ദിവസം കർത്താവിന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ശക്തമായി ഇറങ്ങി വന്ന് നമ്മെ ആരാധനയിൽ ശക്തിപ്പെടുത്തിയതിനേക്കാൾ ഉന്നതമായി ഇന്ന് നമ്മുടെ നടുവിൽ അവന്റെ മൗത്തമേറിയ വെളിപ്പെടട്ടെ. മനുഷ്യൻ വന്നതുകൊണ്ടോ പാസ്റ്റർ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന വ്യക്തി വന്നതുകൊണ്ടോ ഒരു ഗുണവുമില്ല. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ വന്നാൽ മാത്രമേ നമുക്ക് അത്ഭുതങ്ങളെ കാണാൻ കഴിയുള്ളൂ. അവന്റെ ആത്മാവാണ് നമ്മെ ശക്തീകരിക്കുന്നത്. അവന്റെ ആത്മാവാണ് നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്നത്. അവൻ കൽപ്പിച്ചിട്ട് അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആത്മീകരിക്കുക. ആത്മാവ് ചലിക്കുമ്പോൾ നമ്മളും ചലിക്കും. ആത്മാവ് ചലിക്കുമ്പോൾ ബന്ധനങ്ങൾ ചലിക്കും. ആത്മാവ് ചലിക്കുമ്പോൾ ദേശം ചലിക്കും. ആത്മാവ് ചലിക്കുമ്പോൾ ദേശത്തിലെ കെട്ടുകൾ ചലിക്കും. ആത്മാവ് ചലിക്കുമ്പോൾ ദേശത്തിലെ അന്ധകാര ശക്തികൾ ഓടിമറയും. ഇന്ന് ദൈവാത്മാവ് നമ്മെ കാണിക്കാൻ പോകുന്നു. ദേശത്തിന്റെ മേലുള്ള സകല കെട്ടും അഴിഞ്ഞു മാറാൻ പോകുക. എല്ലാ ബന്ധനങ്ങളും അഴിയുക. നിങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒതുക്കിയിട്ട പിശാചിനെ നോക്കി ആത്മാവിൽ കൽപ്പിക്കുക. ഒതുക്കുന്ന ശക്തികൾ ഒതുക്കിയ ശക്തികൾ ഇന്ന് പലകാലം പരിശുദ്ധാത്മാവ് അഴിഞ്ഞു മാറ്റാൻ പോകുക. ശിംശോനെ ഒതുക്കിയതുപോലെ ഏറ്റവും നല്ല ആത്മാവിന്റെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഗർഭോദരത്തിൽ വെച്ച് ആത്മാവിനെ പ്രാപിച്ചവനാണ് ശിംശോൻ. ആത്മാവിനെ പ്രാപിച്ച് ആത്മാവ് ഉദ്ഘടിപ്പിച്ച് ആത്മാവ് അവനെ കൊണ്ടു നടന്നതാ. പക്ഷേ ദലീമയുടെ മടിയിൽ വീണുപോയി. ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ആത്മാവിനെ പ്രാപിച്ചാൽ അത് സൂക്ഷിപ്പാൻ നീ പഠിക്കണം. ആത്മാവിനെ പ്രാപിക്കാനുള്ള വാഞ്ചയുണ്ടാകണം. ഇതിനെ ഒതുക്കിക്കളയുവാൻ ഈ പ്രിയ കുഞ്ഞുങ്ങളെയൊക്കെ പിശാച് ഒതുക്കുക. ഇവന്മാർ പറയും ഇവരെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഇവന്മാരെ ആത്മീയമായി ചോദിക്കണം. ഇന്നത്തെ മൊബൈൽ ഇവന്മാരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അതിലൂടെ കാണുന്നത്, അതിലൂടെ പ്രചരിപ്പിക്കുന്നത്, അതിലൂടെ ചിന്തിക്കുന്നതെല്ലാം അവരെ തകർത്തുകൊണ്ടിരിക്കുക. തലമുറകളെ നാശമാക്കുവാൻ പിശാച് ഇറക്കിയ കൊട്ടേഷനാണ് ഈ മൊബൈൽ. പിശാച് ഇറക്കിയ 1ാം ക്ലാസ് കൊട്ടേഷനാണ് മൊബൈൽ. ഇതിനെ വേണ്ടവണ്ണം സൂക്ഷിച്ചു നോക്കിയില്ലെങ്കിൽ, ഇതിനെ വേണ്ടവണ്ണം നീ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ആത്മീയ ജീവിതത്തെ ഇതിനെ ഒതുക്കിക്കളയും. നീ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആയിപ്പോകും. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ, മൊബൈല് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുക. നിന്നോടാ പറയുന്നത്, നിന്നോട് പുറകിരിക്കുന്ന പ്രശ്നോടാ പറയുന്നത്. മൊബൈൽ നോക്കിയാൽ നീ നാശത്തിലേക്ക് പോകും. നിന്നോടാ പറയുന്നത്, മൊബൈൽ നോക്കിയാൽ നാശത്തിലേക്ക് പോകും. പറ്റിയിരിക്കുന്ന ആ രണ്ടാമതോടാ പറയുന്നത്, മൊബൈൽ നോക്കിയാൽ നീ നാശത്തിലേക്ക് പോകും. മൊബൈൽ കാണുന്നത് ഞാൻ പറയുന്നില്ല. നല്ല പ്രസംഗങ്ങളുണ്ട്, പാട്ടുണ്ട്, നല്ല ചിന്തനീയമായ ശാസ്ത്രീയമായ കാര്യങ്ങൾ കാണാനുണ്ട്. അതെല്ലാം നമ്മൾ കാണുക. പക്ഷേ കാണണ്ടാത്തതൊന്നും നമ്മൾ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പിശാച് ഒതുക്കിക്കളയും. പിന്നെ ജന്മത്തിൽ നിനക്ക് കയറാൻ പറ്റില്ല. പിന്നെ നിന്റെ ജീവിതം കട്ടപ്പുകയായി മാറും. അതുകൊണ്ട് വേണ്ടാത്തതൊന്നും നമ്മൾ കാണരുത്, ആകാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. ദൈവമക്കളെ, ഇന്ന് പ്രത്യേകമായി 2ാം ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഇവരെ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചേക്കുക. ഒരു ആത്മാവിൽ നിറഞ്ഞാലേ സഭയ്ക്ക് ഒരു വളർച്ചയുണ്ടാകും. കാരണം ഇവരെ ആത്മാവിൽ നിറഞ്ഞാൽ ഇവരുടെ ഭാവി സുസ്ഥിരമാകും. ഇവർ ഉന്നതന്മാരായി മാറും. കർത്താവ് ഇവരെ ഉയർത്തും. പക്ഷെ ഇവരിങ്ങനെ പോയാൽ ഇവരുടെ വിദ്യാഭ്യാസം തളർന്ന്, ഇവരുടെ ജീവിതം തളർന്ന്, ഇവര് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാതെ നിസാരന്മാരാക്കി മാറ്റി. അത് പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കണം. നിങ്ങൾ അമ്മമാര് ശക്തമായി പ്രാർത്ഥിക്കണം. അപ്പന്മാര് ശക്തമായി തലമുറയെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവങ്ങളെ, അവര് ഈ പ്രായത്തിൽ അവർ യേശുവിനെ സ്വീകരിച്ചാൽ ഒരിക്കലും തന്നെ അവര് ആ കർത്താവുമായി വിട്ട് അവർ മാറത്തില്ല. അവരിപ്പോൾ യേശുവിനെ സ്വീകരിക്കാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം. യേശുവിനെ സ്വീകരിക്കാത്ത ഒരു 15, 16, 20 വയസ്സിന് താഴോട്ടുള്ള 15 പ്ലസ് 5 വർഷം, ഈ 15 തൊട്ട് 20 വരെ ഏറ്റവും മോശമായ പ്രവൃത്തി ചെയ്യുവാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ദിവസങ്ങളാണ് ഒരു 15 തൊട്ട് 20 വരെ. ഇവരും കാണുന്നേ ആ സമയങ്ങളിൽ ഇവർക്ക് വിവേകമില്ലാത്ത സ്വഭാവം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്താ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയത്തില്ല.
ഇവര് ഒരു കട്ടയച്ചുവിട്ട പട്ടം പോലെ ഇങ്ങനെ പോകുക. ചെന്ന് പോയി പറന്ന് പോയി എവിടെ കയറും? മുള്ളടയ്ക്കുക അല്ലേ? ആ മുള്ളി കുഴിയും കിടക്കുക. പിന്നെ അതിനെ ആ പട്ടത്തെ അവിടെ നിന്ന് പീസായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ആ പട്ടം പോലെ ആയേക്കുക. പക്ഷെ 20 വയസ്സ് കൊണ്ട് കഴിയുമ്പോൾ വിവേകം കുതിരും. ആ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 15 വയസ്സ് തൊട്ട് ഒരു 20 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം. വിവേചന ബുദ്ധി വരാത്ത ദിവസങ്ങളാണ്. 20 വയസ്സിൽ ചിലപ്പോൾ വരികയില്ല. 22 കഴിയുമ്പോഴാണ് കുറച്ച് ബുദ്ധിയൊക്കെ വരുന്നത്. അതുകൊണ്ട് ദൈവങ്ങളെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ട്. നമ്മൾ ഏറ്റവും എന്നോട് കർത്താവ് പറയാം, തലമുറകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. തലമുറകൾ നൈശ്വര്യമാണ്. തലമുറകൾ ആ മൊബൈലിൽ കിടന്ന് ഭ്രാന്തന്മാരായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊരിക്കലും അങ്ങനെ ആകരുത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കൃപയിൽ നിന്നോട് കൂടിയാ പറഞ്ഞു കേട്ടോ. നീ ഇതിനെ ഞാൻ വിട്ടിട്ടില്ല, ഞങ്ങൾ നോക്കുന്നുണ്ട്. ചിന്ന എത്ര മൊബൈലുണ്ടെങ്കിൽ എത്ര മൊബൈൽ ഉണ്ട് അപ്പം അറിയാൻ എത്രയാണെന്ന് ചോദിച്ചത്. പ്രൈസലോ. അപ്പൊ മൊബൈലെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. മുട്ടയിൽ തിരിഞ്ഞ പിള്ളേരുടെ കയ്യിൽ ഇന്ന് മൊബൈലാണ്. കഴിഞ്ഞ ദിവസം 4 പിള്ളേരോട് മുഖ്യമന്ത്രിയാകാൻ, കേരളത്തിൽ മുഖ്യമന്ത്രിയാകുവാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഒരുത്തം പറഞ്ഞ് റേഷൻ കട വഴി മൊബൈൽ കൊടുക്കുന്നു, ഫ്രീ. റേഷൻ കട വഴി മൊബൈൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അടുത്തത് ആ മുല്ലപ്പെരിയാർ ഡാം തല്ലിപ്പൊട്ടിച്ച് കാട്ടിക്കളയുന്നു. അടുത്തത് സ്കൂളെല്ലാം തല്ലിപ്പൊട്ടിച്ച് കാട്ടിക്കളയുന്നു. അപ്പൊ അവന്മാരുടെ ആ ബ്രെയിനിൽ ഏകദേശം ഈ ഇവിടെ നമുക്ക് പ്രായം പറയാൻ പറ്റില്ല. ചെറിയ ചെറുക്കനാണ്, 8 പഠിക്കുന്ന ചെറുക്കനാണ്. ഒരു 3 പിള്ളേർ 3 പിള്ളേർ പറയുകയാണ്, മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുമാരും ഫേസ്ബുക്ക് കാണുന്നില്ല, പൊട്ടുന്നില്ലല്ലോ, അത് ആരും തല്ലി പൊട്ടിക്കുന്നു. അപ്പൊ ഇവന്മാരുടെ ഞാൻ മനസ്സിലിരിക്കുമല്ലോ, റേഷൻ കട വഴി മൊബൈൽ കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. അപ്പൊ മൊബൈലിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി. നിയമങ്ങളെ ഈ പിള്ളേർ മൊബൈൽ എന്ന് പറഞ്ഞാൽ മരിക്കും. നമ്മുടെ തലമുറ മോശമാണോ? ലോക പിള്ളേർക്ക് ഉള്ളതിനേക്കാൾ 300 മടങ്ങ് പരീക്ഷ ഇവന്മാർക്ക് വരുന്നുണ്ട്. കാരണം ഇവന്മാർ വിശ്വാസികളും കർത്താവിന്റെ മക്കളാകുന്നവരോ. അതുകൊണ്ട് ഇവർക്ക് പരീക്ഷ കൂടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ വെച്ച് പ്രാർത്ഥിക്കണം. ശരിക്കും ഇന്ന് നമ്മൾ അതിനുവേണ്ടിയുള്ള സമയമാണ് വേർതിരിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുക. അവരെ അഭിഷേകം പ്രാപിച്ചാൽ ഒരു കാരണവശാലും അവർ തെറ്റിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. തെറ്റിപ്പോയാലും ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. തെറ്റി വീണുപോയാലും അവിടുന്ന് പിടിച്ചെടുത്തേൽപ്പിക്കും. കാരണം ആവശ്യത്തിനെ കർത്താവ് ഏറ്റവും പ്രിയനാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നലെ ചിന്തിച്ച ആ വാക്യം, ഇപ്പോൾ കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ് അല്ലെ. കർത്താവിൽ വസിക്കുക 1, 2 അവന്റെ വചനത്തിൽ വസിക്കുക, 3 അവൻ നമ്മെ തിരഞ്ഞെടുത്തത് അവന്റെ വേലയ്ക്കായിട്ടാണ്. ആ വിഷയത്തിലൂടെ നമ്മൾ ഇന്നലെ കടന്നുപോയി. ഇന്നലെ ദൈവാത്മാവ് എന്നെ ഓർമ്മിച്ചൊരു വാക്യമാണ് ഇന്ന് വായിക്കാൻ ആഗ്രഹിച്ചത്. സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. നമുക്ക് ആദ്യം തന്നെ ഈ പ്രവചനം ഇന്നത്തെ കാലത്തേക്കാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ സെഫന്യാവ് 2:4 വായിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പറഞ്ഞു വരാം. സെഫന്യാവിന്റെ പുസ്തകം ബൈബിളിൽ ഉണ്ട് കേട്ടോ. തപ്പി നമ്മൾ ഇന്ന് സെഫന്യാവ് കുഴയും. ബുദ്ധിമുട്ടിലാണ് സെഫന്യാവ്, ബുദ്ധിമുട്ടിലാണ് നമ്മളെ ബുദ്ധിമുട്ടാണ്. നമ്മാരൊക്കെ പുസ്തകമാണ്. ഇനി വൈബിയുടെ ആരാ വൈബിയുടെ സെക്രട്ടറി? അടുത്ത ആഴ്ച വൈബുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച വൈബുണ്ട്. വൈബിന്റെ സമയത്താണ് ഇന്ന് പേരെ കേട്ടോ. ഇവന്മാരെ എല്ലാം പുസ്തകക്രമം പഠിപ്പിക്കണം. പുസ്തകക്രമം കൃഷി പോയി അല്ലെങ്കിൽ കൃഷി കൊടുക്കാനും പുസ്തകക്രമം, കൃഷി പോയി പിന്നെ വായിച്ച പോകുന്നു, അല്ലെങ്കിൽ അവന് കൊടുക്കാനും പുസ്തകക്രമം. പുസ്തകക്രമമാണ് മറന്നു പോയത്. സെഫന്യാവെന്ന പുസ്തകം എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ 100 തപ്പുന്നു ഇതൊക്കെ കാണിച്ചോ. നമ്മളെ എളുപ്പം വിളിച്ചത് നീണ്ട അവരെടുക്കേണ്ടി ഇരിക്കുന്നുള്ളൂ. പുസ്തകക്രമം വിളിക്കണം. കണ്ടോ? 1-ന്റെ 2-ന്റെ 4 വായിച്ചു. ഇല്ല, 4 സൗകര്യം വായിക്കും. 2-4 അത് കഴിഞ്ഞ വർഷം വായിക്കുന്ന സൗകര്യം അത് കിട്ടുമല്ലോ.
പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഇങ്ങനെ അവിടെ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് സൗകര്യം ഗസ ഞാൻ ഗസ സൗകര്യം ഗസ വായിക്കാറില്ല. രണ്ടിന്റെ നാളെ ഞാൻ വായിച്ചു. ഞാൻ ബൈബിൾ മാറ്റണം. ഗസ നിർജീവമാകും, അസ്കലവും ശൂന്യമായി തീരുന്നു. അസ്തോദിനെ അവർ മധ്യാഹ്നത്തില് നീക്കിക്കളയും. ഇന്ന് സംഭവിക്കുന്ന പ്രവചനമാണ് സെഫന്യാവിന്റെ പ്രവചനം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ സെഫന്യ ഇന്ന് ഗസ നിർജീവമായത് നമുക്കെല്ലാം അറിയാം. ഗസ അടിച്ച് തകർക്കുകയാണ് ഇസ്രായേൽ. എന്നാൽ സെഫന്യാവ് ആത്മാവിൽ 700 വർഷങ്ങൾക്ക് മുമ്പ്, ആത്മാവിൽ യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവിൽ കണ്ടതാണ് ഗസ നിർജീവമായി പോകും. എന്നാൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്, രണ്ടാം വരവിന്റെ മുമ്പ് സംഭവിക്കുന്ന ചില കാര്യങ്ങളെയും കൂടെ ചേർത്താണ് ഈ സെഫന്യാവിന്റെ പ്രവചനം വെളിപ്പെടുന്നത്. നമുക്ക് ഒരുമിച്ച് അതിലേക്ക് ചിന്തിക്കാം. ഇനി അതിന്റെ 1:7 വായിക്കാം. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അടുത്തത് അന്യദേശ വസ്ത്രം ധരിച്ച്. ഇത് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തു യാഗസദ്യ എന്നല്ല പറഞ്ഞ, കല്യാണ സദ്യ എന്നാണ് പറഞ്ഞത് അല്ലേ? കല്യാണ സദ്യ ഒരുക്കിയിട്ട് കർത്താവ് ചെറിയൊക്കെ അകത്ത് കൊണ്ടുപോകുന്നു. എന്നാൽ ഒരുത്തൻ വിവാഹ വസ്ത്രം ധരിക്കാണ് അകത്ത് കൊണ്ടു. അവനെ പിടിച്ച് ഇരുട്ടറയിലേക്ക്, നീ എങ്ങനെ അകത്ത് വന്നു? വിവാഹ വസ്ത്രം ധരിക്കാണ്, എങ്ങനെ നീ ഇതിന്റെ അകത്ത് വന്നു എന്ന് ചോദിച്ചു. ഇവിടെ പറഞ്ഞാൽ ജാതീയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമില്ലാതെ നടക്കുന്ന ഒരുത്തനെയാണ് അവിടെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവങ്ങളെ യേശുക്രിസ്തു പറഞ്ഞത് ഒരുത്തന്റെ കാര്യം അല്ലെ? ഒരുത്തൻ കല്യാണ സദ്യക്ക് വന്നപ്പോൾ അതിൽ ഒരുത്തൻ എന്ത് ചെയ്തില്ലെന്ന് പറഞ്ഞ അവൻ വസ്ത്രം ധരിച്ചില്ല. നമുക്കൊരു വസ്ത്രം കർത്താവ് നൽകിയിരിക്കുക, നീതിയുടെ വസ്ത്രം. അത് ധരിക്കാത്തവർ ഇന്ന് ധരിച്ചിട്ടേ പോകാമെന്നുള്ളൂ കേട്ടോ. അതിനെയൊക്കെ കളഞ്ഞു കുളിച്ചവർ ഇന്ന് അത് ധരിച്ചിട്ടേ പോകാമുള്ളൂ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഈ ഗസ ദുർജീവനമാകുമെന്നോ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ പ്രവചിച്ച പ്രവാചകനായ സെഫന്യാവ് പറയുക, ഗസ ശൂന്യമാകും, ദുർജീവമാകും. ഇന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ യേശുവിന്റെ വരവിന് മുമ്പ് ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഒരു മഹാപ്രതികൂലത്തെ കുറിച്ചാണ് ഈ സെഫന്യാവ് പ്രവചിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അതിലേക്ക് ഒന്ന് മടങ്ങി വരാം. ഇവിടെ പറയുന്ന ഒന്ന് വായിച്ച്, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ദൈവങ്ങളെ, കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു എന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? യേശുവിന്റെ വരവിനുള്ള സമയം ഏറ്റവും ആസന്നമായി. ദേശം ഭയങ്കരമായ പ്രതികൂലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പട്ടിണി വരാൻ തുടങ്ങി. ഇന്ന് നമ്മൾ രാവിലെ നമ്മുടെ ശ്വാസത്തോടെ പറയുന്നുണ്ട്, ഒരു 3000 ചില്ലറ, ഒരു 3 ലക്ഷം പേരെക്കാട് കൂടുന്ന ഒരു ചർച്ച് പ്രധാനമന്ത്രി ഓർഡർ ഇട്ട് പൊളിക്കാൻ പോവാണ്. എന്നെ വിളിച്ചവരെ കൊണ്ടുവരും കർണാടകയിൽ. എന്നാൽ ഇതൊന്നും പൊളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ പെന്തക്കോസ്തിന്റെ റിവൈവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിലും അതുപോലെ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ജാതികളെ ദൈവം അടിച്ചു വാരി കൂട്ടുക. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്മസ് ദിവസമാണ് പഞ്ചാബിൽ ഒരു റാലി നടന്നു. ആ റാലിയിൽ ചേർന്ന ആൾക്കാരെ കണ്ടിട്ട് അവിടുത്തെ നിയമപാലകന്മാരെല്ലാം ഞെട്ടിപ്പോയി. കാരണം ഇന്ന് ഉദ്യോഗസ്ഥന്മാർ പോലും ആ റാലിയിൽ ഉണ്ടായിരുന്നു. കാരണം പെന്തക്കോസ്തുകാരുടെ റാലിയിൽ ഏകദേശം 4 ലക്ഷം ആൾക്കാർ ഫുള്ള് റോഡ് ടൗൺ തിങ്ങി റാലി നടത്തി പേടിച്ചു പോയി. അപ്പൊ എത്ര പൊളിച്ചാലും ഈ വിശ്വാസം, കർത്താവ് പറഞ്ഞ ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുമ്പോഴും ഇസ്രായേലിന് അംശമായി കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ മക്കളെ ഇസ്രായേലിനെ ചേർക്കാനുള്ള സമയമായി, കർത്താവിന്റെ വരവിനുള്ള സമയമായി. അതുകൊണ്ട് ദേശത്ത് ക്ഷാമം ശക്തമായി വരുന്നത് ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. ക്ഷാമത്തിന്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ
നമുക്ക് ഇനി സുരക്ഷിതമായ ഒരു ജീവിതമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാണനാഥൻ വരുന്നതിന് മുമ്പേ നമ്മൾ ഒരുങ്ങി നമ്മൾ കർത്താവിന് വേണ്ടി രണ്ടാം ദിവസം ശക്തമായി ഒന്ന് ഒരുങ്ങുവാൻ, നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം കൂറ് പറയുക. എത്ര പേർക്ക് അത് സന്തോഷമുണ്ട്? എന്റെ ജീവിതത്തെ ഞാൻ ശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കാത്ത ഒരാൾ പോലും എടുക്കപ്പെടത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാത്ത ഒരുത്തരെയും ദൈവത്തിന് ആവശ്യമില്ല. കാരണം നിന്റെ കൂടെ നടക്കാൻ, നിന്റെ ഉള്ളിൽ വസിക്കാൻ, നിന്നെ നല്ല രീതിയിൽ നടത്തുവാൻ, നിന്നെ ആത്മീയമായി നടത്തുവാൻ ദൈവം അയച്ചിരുന്ന ഒരാളാണ്, ദൈവം അയച്ച കാര്യസ്ഥനാണ്, നമ്മുടെ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അവൻ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ താന്തോന്നികളെ പോലെ ജീവിക്കും. ഈ രണ്ടാം ദിവസം നമുക്ക് അവനെ കൊണ്ടേ പോകാൻ പാടുള്ളൂ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവനെ കൊണ്ടേ ഈ രണ്ടാം ദിവസം പോകാൻ പാടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ഒരു നല്ല ഹൃദയം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ പൈശാചികമായ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ മാറ്റിവെച്ചിട്ട് കർത്താവേ എന്നെ ഇത് തുടരണമേ ആര് പറയുന്നു? നിങ്ങൾ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഇറങ്ങി വരുമെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഒഴുകും. എന്നാൽ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു. അവന്റെ യാഗസദ്യ ഒരുക്കിയിരിക്കുന്നു. അവനൊരു യാഗസദ്യ ഒരുക്കിയിരിക്കുന്നു. അല്ലേ? അതല്ലേ? വായിച്ചു വായിച്ചേ. താൻ ക്ഷണിച്ചവരെ, അവിടെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു സഭ എത്രയാണ് പറഞ്ഞു ഇന്നലെ? സഭ വിശുദ്ധീകരിക്കണം. അല്ലേ? സഭയ്ക്ക് ശുദ്ധീകരണം വന്നേ പറ്റൂ. അവൻ വിശുദ്ധീകരിച്ചവരെയാണ്. അവൻ യാഗസദ്യയിൽ വിളിച്ചപ്പോൾ എന്താ കണ്ടത്? നീതിമാന്മാരെ, ആരെ? വിശുദ്ധന്മാരെയാണ് നീതി വരുന്നത്. താൻ ക്ഷണിച്ചവരെ കണ്ടോ? ക്ഷണം ഉള്ളവര്, അവരുടെ പേരെന്നാ? തെരഞ്ഞെടുക്കപ്പെട്ടത്. അല്ലേ? ക്ഷണിക്കുന്നവരാരാ? കല്യാണത്തിന് ഇപ്പൊ മണിയമ്മ സൗകരി നമ്മുടെ രാജയുടെ കല്യാണത്തിന് എല്ലാവരും പോയി വിളിക്കൂ. എല്ലാവരും വിളിക്കൂ. ഈ പേരാളുള്ള മൊത്തം ആൾക്കാരെ വിളിക്കൂ. അപ്പൊ ആരെ വിളിക്കുന്നത്? ക്ഷണം കൊടുക്കാൻ പറ്റുന്നവരല്ലേ വിളിക്കുന്നു. അല്ലേ? അതുപോലെ തന്നെ യേശു പറയാം, ക്ഷണിക്കാൻ പറ്റുന്നവരെയൊക്കെ ക്ഷണിച്ചു നോക്കി, പക്ഷെ അവരാരും വന്നില്ല. ഇതിനകത്ത് അത് ഷോർട്ടായിട്ട് കൊടുത്തേക്കുവാണെങ്കിൽ യേശു ഇഷ്ടമായി കൊടുത്തു, ക്ഷണിച്ചവരാരും വന്നില്ല. പിന്നെ എന്താ ചെയ്തു? വഴിയിൽ കിടക്കുന്ന മുടന്തനും അന്യജാതിക്കാരനെ എല്ലാം കൊണ്ടുവിടണം. പക്ഷെ എല്ലാവർക്കും വിവാഹവസ്ത്രം കൊടുത്തു, പക്ഷെ ഒരുത്തം മാത്രം ആവുന്നില്ല, അകത്തേക്ക് കയറുന്നു. അങ്ങനെ നമ്മുടെ ഇടയിലും ഉണ്ട് ദൈവങ്ങളെ, വിവാഹവസ്ത്രം കിട്ടിയിട്ട് ഇന്നും ആ വസ്ത്രം സ്വീകരിക്കാൻ കഴിയാതെ, ആ നീതിയുടെ വസ്ത്രം ധരിക്കാൻ കഴിയാതെ പാപത്തിൽ കിടക്കുന്ന ആൾക്കാരോടാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, നീ ക്ഷണിക്കപ്പെട്ടവനാണെന്നുള്ള മറന്നുപോയത്. നിനക്ക് ക്ഷണം കിട്ടിയിട്ട് നീ വന്നതായിട്ട് അകത്ത്. അല്ലേ? ദൈവം നിന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്, നിന്നെ ചുമ്മാ കൊണ്ടുവന്നതല്ല. അതിന് കർത്താവിന്റെ ബുദ്ധിമുട്ടി പറയുന്നത് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ്. അല്ലേ? ഇവിടെ പറയുന്നത് ക്ഷണിച്ചു വന്ന. അത് രണ്ടു ഒന്നല്ലേ? ക്ഷണം സ്വീകരിച്ചവൻ ആരാ? ക്ഷണം സ്വീകരിച്ചവൻ ആരാ? ആ വീട്ടിലൂടെ തെരഞ്ഞെടുത്ത ആളല്ലേ ക്ഷണം സ്വീകരിച്ചവൻ. അതായത് എന്തിനും വിളിക്കല്ലോ, നമുക്കിവിടെ അറിയാവുന്നവരും നമുക്ക് താല്പര്യമുള്ളവരും നമ്മുടെ ബന്ധുക്കാരൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അവര് തെരഞ്ഞെടുത്തവരല്ലേ, അവരെ നമ്മൾ ക്ഷണിച്ചവരും. അപ്പം ദൈവത്തിന്റെ ക്ഷണം സ്വീകരിച്ചവരാ നമ്മൾ, ചുമ്മാ വന്നവരല്ല നമ്മളെ അവൻ ക്ഷണിച്ചു കൊണ്ടുവന്നതാ. നമ്മളെ എവിടെയോ കുഴി കിടന്ന, ചെളി കിടന്ന, ചേരി കിടന്ന നമ്മെ അവൻ ക്ഷണിച്ചു കൊണ്ടുവന്ന് തകർത്തിരുത്തി. എന്തിനാ? നിന്നെ വിശുദ്ധീകരിച്ചിട്ട് അവൻ ഒരുക്കിയിരിക്കുന്ന ആ പഠനത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാണ് അവൻ നിന്നെ ക്ഷണിച്ചതിന്റെ അകത്ത് കൊണ്ടുവന്നത്. എന്നാൽ അവിടെ പറയുക നീ എന്ത് ചെയ്തില്ല? എന്നാൽ യഹോവയുടെ യാഗസദ്യക്ക് ദിവസത്തിൽ അന്യദേശ വസ്ത്രം ധരിച്ചു. കർത്താവിന്റെ വസ്ത്രം കൊടുത്തിട്ട് ധരിക്കാതെ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ വസ്ത്രം. അന്യദേശ വസ്ത്രം എന്ന് പറഞ്ഞാൽ അന്യജാതിക്കാരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതം അന്യജാതിക്കാരനെ പോലുള്ള ജീവിതം. കർത്താവിന്റെ ജീവിതം അല്ല അവർ നയിക്കുന്നത്, അവർ അന്യജാതിക്കാരെ പോലെ ജീവിക്കുക. ദൈവങ്ങളെ, അങ്ങനെ ഒരു ജീവിതമല്ല നിന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന കർത്താവ് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രണ്ടാം ദിവസം ദൈവാത്മാവ് പറയുക, നീ ക്ഷണിക്കപ്പെട്ടവനാണെങ്കിൽ, നീ വിളിക്കപ്പെട്ടവനാണെങ്കിൽ, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ നീ ആ രീതിയിൽ ജീവിക്കണം. അന്യവസ്ത്രം ഇട്ടുകൊണ്ട് ഇതിനകത്ത് വന്നിരിക്കരുത്. അന്യജാതിക്കാരൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ട് ഇതിനകത്ത് വന്നിരിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സമ്മതിക്കുന്നില്ല. ഇന്ന് മാനസാന്തര പഠനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നാം ഒരിക്കലും അന്യവസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാനായി കടന്നു വരരുത്.
നമുക്കൊരു വസ്ത്രമുണ്ട്. അതിന്റെ പേരെന്താ? നീതി പ്രവൃത്തിയുടെ വസ്ത്രം. നീതി പ്രവൃത്തി. കർത്താവ് നമ്മെ നീതിമാന്മാരാക്കി മാറ്റി. നമ്മുടെ വസ്ത്രത്തിന്റെ പേരാണ് നീതി പ്രവൃത്തിയുള്ള വസ്ത്രം. ആ വസ്ത്രം ധരിച്ചവരെ മാത്രമേ കുഞ്ഞാടിന്റെ കല്യാണത്തിന് തിരഞ്ഞെടുക്കുകയുള്ളൂ കേട്ടോ. ആ വസ്ത്രം ധരിച്ചവരെ മാത്രമേ കുഞ്ഞാടിന്റെ കല്യാണത്തിന് ചെല്ലാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പലസ്കാര നിയമങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവ് നമ്മളെ മധ്യവാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവിടെ ചെന്നൊരു കല്യാണ സദ്യയുണ്ട്. മണവാളനായ ക്രിസ്തു മണവാട്ടിയായ നമ്മെ ഓരോരുത്തരെയും അവന്റെ ആ മണിയറയിലേക്ക് കടത്തുന്ന ഒരു ദിവസമുണ്ട്. ആ മണിയറയിൽ നീ ഒളിക്കുമ്പോൾ ആ തുറന്നുള്ള 7 വർഷം ഇവിടെ ഭയങ്കരമായ ഭീകരമായ സംഭവങ്ങളെയാണ് പരിശുദ്ധാത്മാവിൽ സമന്യാവ് എഴുതിയിരിക്കുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ കൊണ്ട് നിയമങ്ങളെ നമുക്ക് ആദ്യം ചിന്തിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ചിരിച്ചുകൊണ്ടിരുന്ന് ഇന്ന് കേട്ട വചനം കേട്ടിട്ട് ഇവിടുന്ന് തന്നെ ഒഴിവാക്കി പിന്നെയും പോയി മല്ലപ്പെട്ട് പന്നിയെ പോലെ ജീവിക്കാൻ നമ്മൾ ഇടവരരുത്. അന്യ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യരുത്. കാരണം നമ്മുടെ ജീവിതം വിശുദ്ധമാണ്, നമ്മൾ വിശുദ്ധന്മാരാണ്. നമ്മൾ ഒരിക്കലും അശുദ്ധിയിൽ ജീവിക്കേണ്ടതല്ല. ഇനി അതിന്റെ 14 വായിക്കാം. 14 ഞാൻ പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് ആരാധനയ്ക്കാണ് സമയം കൂടുതൽ. യഹോവയുടെ ദിവസം, മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. കേട്ടോ? കുറെ പ്രവാചകൻ പറയാം. കേട്ടോ? യഹോവയുടെ ദിവസം. ഓ, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുക. ഇന്ന് നീ വീരനെ പോലെയൊക്കെ നടക്കുക അല്ലേ? ഞാൻ പറയുന്നത് നടക്കും, ഞാൻ ചെയ്യുന്നത് നടക്കും, എനിക്ക് ആരുടെ വാക്കുകളൊന്നും കേൾക്കേണ്ട താല്പര്യമില്ല. അങ്ങനെ മാസ്റ്റർമാർ പലതും പറയും, ഇതൊന്നും ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ വീരനെ പോലെ നടക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നീ കഠിനമായി നിലവിളിക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുക. നീ കഠിനമായി നിലവിളിക്കുന്ന ദിവസം വരാൻ പോകുക. അതുകൊണ്ട് ആ നിലവിളിക്ക് മുമ്പേ അരുമനാഥന്റെ കൂടെ ഒരു കാഹളധ്വനി കേൾക്കുമ്പോൾ മധ്യാകാശത്തിൽ അവൻ നിന്നെ ചേർപ്പാൻ വരുന്നത് നീ കാണുന്ന ദിവസമുണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും സന്തോഷമായ ദിവസമായിരിക്കും. പക്ഷേ മണവാളൻ വന്ന് ചേർത്തുകൊണ്ട് പോയി ഇവിടെ നീ പെട്ടുപോയാൽ നിന്റെ കഷ്ടതയെ കുറിച്ചാണ് പരിശുദ്ധാത്മാവിൽ വരച്ചിരിക്കുന്നത്. യഹോവയുടെ ദിവസം വീരന്മാർ കഠിനമായി നിലവിളിക്കുന്നു. അവിടെ പറയുന്ന ആടിരിക്കുന്നവർ കാര്യം പോട്ടെ, അവിടെ വീരന്മാരാ. വീരന്മാരെന്ത് ചെയ്യും? കഠിനമായി നിലവിളിക്കും. ആ ദിവസം ക്രോധ ദിവസം. അവിടെ പറയാ, കുഞ്ഞാടിന്റെ കോപത്തിന്റെ മുമ്പിൽ നിന്നോ ഞങ്ങളെ ഒന്ന് മാറ്റണമേ എന്ന് പറയുക. ഇതേ വാക്യമുണ്ട്, ഞാൻ വായിക്കണം. ഇന്ന് വലിയ കൈകൾ ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ എന്താണെന്ന് കൈകൾ പൈസോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. കാരണം 2-ാം ദിവസം നീ അന്യ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതിനകത്ത് കയറിയിരിക്കരുത് എന്ന് പറഞ്ഞാൽ ജാതികളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഇതിന്റെ അകത്തിരുന്നിട്ട് ഒരു ഗുണമില്ലെന്ന് ഞാൻ പറയുന്നത്. ഇരിക്കരുതെന്ന് പറയാൻ ഞാൻ ആരുമല്ല, അത് ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധവും. പക്ഷേ ഇരുന്നിട്ടൊരു ഗുണമില്ല. കാരണം നീ വീരനെ പോലെ കരയുന്ന ഒരു ദിവസം വരാൻ പോകുക. കഠിനമായി നീ കരയാൻ പോവുക, നിലവിളിക്കാൻ പോവുക. കാരണം ആ ദിവസം ഏറ്റവും അടുത്തിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നീ ഈ പ്രവൃത്തി, അന്യ പ്രവൃത്തികളൊന്നും വിട്. അതിൽ നിന്ന് നിന്റെ അപ്പൻ നിന്നെ ചെയ്തിൽ നിന്ന് മരിച്ചു കൊണ്ടുപോകുന്നതല്ലേ? നിനക്കൊരു ജീവിതം പോലും ഇല്ല. ഇനി ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്ന് നീ ഞാനും വിചാരിച്ച ദിവസങ്ങളില്ലേ? എന്റെ 23 വയസ്സിൽ ഞാൻ മരിച്ചു കളയാൻ ആഗ്രഹിച്ചവനാണ്. പക്ഷേ അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ വീണ്ടും ആ ചേട്ടിലേക്ക് പോകുവാൻ ഇടയായാൽ എന്നെ കൊണ്ടുവന്ന് എന്റെ അപ്പൻ എന്നെ ഓർമ്മിക്കുക. പക്ഷേ ഞാൻ കൃപയിൽ നിന്നാൽ അപ്പൻ സന്തോഷിക്കുക. അവന്റെ വായായി എനിക്ക് പ്രവർത്തിപ്പാൻ, അവന്റെ ആത്മാവിന് എനിക്ക് അനേകരോട് അവന്റെ ആത്മാവിന്റെ ദൂത് പറയുവാൻ അതുകൊണ്ട് ഇനി അന്യ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അഴിച്ചു വെക്കണം. യേശുവിന്റെ ആ കൃപയിലേക്ക് നീ വരുവാനാണ് ഈ വചനം നിന്നെ പ്രബോധിപ്പിക്കുന്നത്. പേടിപ്പിക്കാനല്ല കേട്ടോ. പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്ന വചനം നീ അനുസരിപ്പാൻ വേണ്ടി കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. യേശുവിന്റെ വരവെടുത്തു. ഒരു മൂലയിൽ തുടങ്ങി അടിയും പിടക്കവും യുദ്ധകവിയന്മാരായ ഒരു കൂട്ടം ജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പേ ആ മനുഷ്യ പ്രസംഗത്തിന് മുമ്പേ കർത്താവ് നമ്മളെ ചേർപ്പാൻ വരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവോട് ചിന്തിക്കാം. യഹോവയുടെ ദിവസം കഠിനമായ ദിവസം, ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം. ഇത് പത്രോസ് പ്രവചിച്ചിട്ടുണ്ടല്ലേ? പത്രോസ് പ്രവചിച്ചിട്ടുണ്ട് അന്ത്യകാലത്തെ കുറിച്ച്.
അല്ലേ? അവസാന കാലത്തെ കുറിച്ച് പറയുന്നു, അവൻ സൂര്യൻ ഇരുന്ന് പോകും, ചന്ദ്രൻ വെളിച്ചരാതെയാകും, ഇരുട്ടും അന്ധകാരമുള്ള ദിവസത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിലെ അന്ധകാരം വരാൻ പോകുക. ആ 7 വർഷം നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ, നിന്റെ വേദനയും നിന്റെ ഭാരം. അതുകൊണ്ട് നീ ആ 7 വർഷത്തേക്ക് ഇവിടെ ഉണ്ടാകരുത്. മധ്യാകാശത്തിൽ കർത്താവിന്റെ വരവിൽ നീ എടുക്കപ്പെടണം, നീ കാണപ്പെടണം. പറയുക യഹോവയുടെ കോറ ദിവസം, പിന്നെ ശൂന്യതയും ഇരുട്ടുമുള്ള ദിവസം, പിന്നെ ദിവസം മനുഷ്യൻ കുടന്മാരെ പോലെ നടക്കുന്ന ദിവസം. ഞാൻ അവർക്ക് കഷ്ടത വരും. ഞാനത് വായിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാൻ അവിടെ നിന്നാൽ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. വായിച്ചേ. അവർ യഹോവയോട് എന്താ ചെയ്തത്? ക്ഷണിക്കപ്പെട്ടവനായ നീ യഹോവയോട് പാപം ചെയ്തത് കൊണ്ടാണ് നിനക്ക് ഈ പ്രവർത്തികൾ വരുന്നതെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക. ദൈവത്തിലെ പാപം ചെയ്തുകൊണ്ട് അപ്പനെ നീ പ്രസാദിപ്പിക്കാൻ നോക്കരുത്. പാപം ചെയ്തുകൊണ്ട് നീ ആരാധിച്ചിട്ട് കാര്യമില്ല, പാപം ചെയ്തതുകൊണ്ട് നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം ദൈവത്തിനെ കാണുന്നത് ക്ഷണിക്കപ്പെട്ടവരുടെ അറയിൽ നിന്ന് നീ തെറ്റി അന്യവസ്ത്രം ധരിച്ചവരെയായിട്ടാണ് ദൈവത്തിനെ കാണുന്നത്. അതുകൊണ്ട് അന്യവസ്ത്രം പാപികൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ വന്നിരുന്നിട്ട് നിനക്ക് യാതൊരു ഗുണവുമില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അന്യവസ്ത്രം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുത്ത വസ്ത്രം ധരിക്കാതെ നീ അന്യവസ്ത്രം ധരിച്ചുകൊണ്ട് ഇതിന്റെ അകത്ത് വന്നിരുന്ന പാപം ചെയ്തിട്ട് വന്നിരുന്നിട്ട് നിനക്കൊരു ഗുണവുമില്ലെന്ന് പറയുക. വ്യക്തമായി പറയുക, കോവിഡ് ഒരു പാപം ചെയ്തു. അടുത്തത് അവരുടെ വെള്ളിക്ക് പൊന്നിന്, നമ്മൾ ഒരുക്കി വെച്ചേക്കുന്ന വെള്ളിയോ പൊന്നോ അല്ലേ? നമ്മുടെ ഒക്കെ മിക്ക ആൾക്കാരുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഉണ്ട്. എന്റെ കയ്യിലില്ല കേട്ടോ, ഒരു നടി പോയിട്ടില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മിക്ക ആൾക്കാരുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഉണ്ട് അല്ലേ? ബാങ്കിൽ സൂക്ഷിച്ചേക്കുക. നിങ്ങളുടെ വെള്ളിയെ പൊന്നിനോ ഒന്നും, നിങ്ങളുടെ സ്ഥലത്തിനോ വീടിനോ ഒന്നും അതിൽ നിന്ന് നിങ്ങൾ രക്ഷിപ്പാൻ കഴിയത്തില്ല. സർവഭൂമിയും അവന്റെ തീക്ഷ്ണാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം നടത്തും. ഭൂമി, ഈ നമ്മൾ ഇന്ന് ഉറപ്പിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, അത് തീക്കിരയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ നീ എന്ത് ഉറപ്പിച്ചിട്ടും ഒരു കാര്യമില്ല. ഉറപ്പിക്കേണ്ടത് ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിലാണ്. ഉറപ്പുള്ള ശാശ്വതമാകുന്ന പാറയിൽ നീ നിന്റെ കാൽ ഉറപ്പിച്ചാൽ ആ കാല് വഴുത്തില്ല. ആ കാല് നിന്നെ അങ്ങ് അറ്റമായി അവൻ ഒരുക്കിയിരിക്കുന്ന ആ മേലെ ആ പട്ടണത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. പിന്നെ നീ ഉറപ്പുള്ള പാറയിൽ തന്നെ ആയിരിക്കും സ്ഥിരമായി വാസം ചെയ്യുന്നത്. എന്നാൽ അന്യവസ്ത്രം ധരിച്ച് പാപത്തിന്റെ മംഗളമായ ജീവിതം നയിക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നു, നീയോ നിന്റെ മക്കളോ നിന്റെ കുടുംബമോ നിന്റെ അകത്ത് വന്നിരുന്ന് പാപം ചെയ്തുകൊണ്ട് അന്യവസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നാൽ യഹോവയുടെ കോപത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. യഹോവയുടെ ആ ദിവസത്തിൽ നിന്ന് നിനക്ക് മാറിപ്പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് ആ വസ്ത്രം മാറ്റി ഒരു പുതു വസ്ത്രം ധരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ഇന്ന് പകൽക്കാലം പറയുക. ഇന്ന് നീ ആ വസ്ത്രം മാറ്റണം. ആ പാപത്തിന്റെ വസ്ത്രം അഴിച്ച് കൂടക്കാം. അങ്ങനെ കർത്താവേ, ഇന്ന് ഞാൻ അങ്ങനെ വിശുദ്ധവസ്ത്രം ധരിച്ചുകൊണ്ട് നീതിമാന്മാരുടെ പട്ടികയിൽ എന്നെ എണ്ണുമാറാകണമേ എന്ന് നീ ഇപ്പോൾ നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഈ 2-ാം ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ അവൻ സ്വീകരിക്കാൻ നിനക്കൊരു പുതിയ വസ്ത്രമായി ആ വിമാനക്കാരനായി ആ പിന്മാറിപ്പോയ അഭിനയ പുത്രന് ഒരു വസ്ത്രം ധരിപ്പിച്ചു വെച്ച് ആ തയ്ച്ചു വെച്ച് വസ്ത്രമെടുത്തവനെ ധരിപ്പിക്കാൻ കർത്താവിന്റെ ആ കൃപയിൽ നിൽക്കുന്ന യേശുവിന്റെ ആ സ്നേഹത്തെയാണ് അവിടെ വരച്ചു കാട്ടുന്നത്. ആ പിതാവ് യേശുവാണ്. അവനാണ് ആ തെറ്റിപ്പോയവനെ, 2ാമത് തെറ്റിപ്പോയ അവനെ തിരിച്ചു വന്നപ്പോൾ അവനൊരു വസ്ത്രം കൊടുത്തിട്ട് അവനെ സ്വീകരിച്ചതുപോലെ നിന്നെ സ്വീകരിക്കാൻ യേശു നിന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുക, ഈ ക്രോധാഗ്നിയിൽപ്പെട്ട് നീ പോകാതിരിക്കാൻ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക തന്നെ വേണം. നിന്റെ ജീവിതം നീ ക്രമപ്പെടുത്തണമെന്ന് 2-ാം ദിവസം പരിശുദ്ധാത്മാവിൽ ഞാൻ വ്യക്തമായി പറയുന്നു. എവിടേക്കോ അഴുക്കും എവിടേക്കോ കളങ്കപ്പെട്ട ജീവിതമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന്ന് അഴിഞ്ഞു മാറി നമ്മൾ ശുദ്ധിയുള്ളവരായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് വ്യക്തമായി ഓർപ്പിക്കുക.
ആ ദിവസം കോടാഗ്നി പോലെ നിന്റെ മേൽ വരാതിരിപ്പാൻ നീ ഇന്ന് മാനസാന്തരപ്പെടണം. ഇനി നമ്മള് ഉണർന്നില്ലേ? ഇനി 2-ാം അധ്യായത്തിൽ കർത്താവ് ചില വാക്യങ്ങളോട് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ദൈവത്തോട് പോകാൻ പോകും. അവരെ കണ്ടോ? ദൈവാത്മാവ് വിളിക്കുക, സഹന്യാവിന്റെ മുഖാന്തരം വിളിക്കുക. നാണമില്ലാത്ത ജാതിയെ. എത്ര വചനം കേട്ടാലും, എത്ര ദൈവപ്രവൃത്തി കണ്ടാലും, എത്ര സൗഖ്യം പ്രാപിച്ചാലും, എത്ര ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടാലും ഇസ്രായേൽ പലപ്പോഴും തെന്നിപ്പോകുക. അതേ സ്വഭാവമാണ് പെന്തക്കോസ്തുകാർക്ക്. എത്ര അത്ഭുതങ്ങൾ കണ്ടാലും, എത്ര വിടുതൽ കണ്ടാലും, എത്ര ദൈവം നിന്നെ മാനിച്ചാലും, എത്ര ദൈവം നിന്നെ നടത്തിയാലും, എത്ര ദൈവം നിന്നെ അതിശയകരമായി നടത്തിയാലും, നിന്റെ ആ നാണമില്ലാത്ത പ്രവൃത്തിയിലേക്കാണ് പല പെന്തക്കോസ്തുകാരെ കടന്നു പോകുന്നത്. നാണം കെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവം എത്ര നിന്നെ ഉപദേശിച്ചിട്ടുണ്ട്, നീ ആ ഉപദേശത്തിൽ നിൽക്കാതെ നാണം കെട്ടവനായി നടക്കുക. നാണമില്ലാത്ത ജാതിയെ നിർണയിക്കുന്നത്, അതായത് ഈ മേലെ കേട്ടത് ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിരുപോലെ പാറിപ്പോകും. എന്റെ യേശുവിന്റെ വരവിലുള്ള ആസന്നമായിരിക്കുക. ദിവസം പതിരുപോലെ പാറിപ്പോകുന്ന ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഈ സംഭവിക്കാൻ പോകുന്നത് വേഗത്തിൽ നടക്കുമെന്ന് നമ്മോട് ഇന്ന് ദൈവാത്മാവ് ശക്തമായി പറയുക. ദിവസങ്ങൾ പാറിപ്പോകൊണ്ടിരിക്കുക. അടുത്തത് യഹോവയുടെ ഉഗ്രകോപം നിമിത്തം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ. കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുക. ഈ കോപം നിന്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ്, നിങ്ങളുടെ തലമുറയുടെ മേൽ വരുന്നതിന് മുമ്പ്, കർത്താവിന്റെ കാരണം വഴി കേൾക്കാതെ നീ ബാക്കിയുള്ള 7 വർഷം കഷ്ടതയും ദുഃഖവും പീഡനയുമുള്ള ആ വർഷങ്ങളിലേക്ക് നീ പെട്ടുപോകാതെ നീ ഇന്ന് ദൈവാത്മാവ് നിന്നോട് പറയുക, അതിനു മുമ്പേ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. അതേ, കൂടി വരുവിൻ. എന്തിനാ കൂടുന്നത്? യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായി. സൗമ്യതയോടുകൂടെ കർത്താവിന്റെ പൗലോസ് പറയുന്ന വാക്യം ഇതാണ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എന്തിനാ? കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇവിടെ പറയാ സൗമ്യന്മാരുമായി ചേരണം, അല്ലേ? അന്വേഷിപ്പി. പക്ഷേ നീ പാപം ചെയ്തെങ്കിലും എന്ന് നിന്നോട് കർത്താവ് ഒരു വാർണിംഗ് ചെയ്യുക. പക്ഷേ നിനക്ക് യഹോവയുടെ കോപ ദിവസം മറഞ്ഞിരിക്കാം. യെശയ്യാപ്രവചനം 26-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്യം വായിച്ചു. എവിടെയാ മറഞ്ഞിരിക്കുന്നത്? യെശയ്യാപ്രവചനം 26-ന്റെ പെട്ടെന്ന് വായിച്ചു. അതിന്റെ 20 അല്ലേ വായിക്കുന്നില്ല, 30, 29 അല്ലേ? അല്ല 20 അങ്ങനെയല്ലല്ലോ. ആ കോപം കടന്നു പോകുന്ന താഴെയല്ലേ? എന്റെ ജനമേ, അങ്ങനെയല്ലേ? സോറി, എന്റെ ജനമേ, അറയിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകണം, അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. അവർ 7 വർഷം മണിയറവാസമാണ് നമുക്ക് കേട്ടോ. ഈ മക്കളെ, ആ കോപം കടന്നു പോകുമ്പോളം ഒളിച്ചിരിക്കുക. കാരണം ഇന്ന് ഇസ്രായേൽ ജോലി ചെയ്യുന്ന ഇസ്രായേലിലേക്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒത്തിരി ആൾക്കാർ ഇസ്രായേലിൽ പോകുന്നുണ്ട്. എന്തിനാ? കേരളയിൽ അവിടെയുള്ള മഹാപുരോഹിതന്മാരെ നോക്കാൻ, പുരോഹിതന്മാരെ നോക്കാൻ, പൈസ എന്നവരെ നോക്കാനൊക്കെ പോകുന്നുണ്ട്. ഇസ്രായേലിന്റെ ഓരോ വീടുകളിലും അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതായത് ബോംബ് ഒന്ന് വീണാൽ പോലും തകരാത്ത അണ്ടർഗ്രൗണ്ടുകളുണ്ട്. അപ്പം ഒരു ബോംബ് വിടുന്ന ഒരു മിസൈൽ വരുന്നുണ്ടെങ്കിൽ ആ മിസൈൽ അത് തകർക്കും. വരുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് അവർ അടിക്കും. പക്ഷെ അടിക്കാൻ എങ്ങനെ മച്ചിരി കുറഞ്ഞു പോയാൽ അപ്പോഴേ അവർ സൈറൻ കൊടുക്കും. ഒറ്റ സൈറൻ. ആ സൈറൻ അടിക്കുമ്പോൾ എല്ലാ വീടുകളിലും ഈ സൈറൻ വരും. വരുമ്പോഴത്തേക്ക് ഈ മേലെയുള്ള ആൾക്കാർ നേരെ
താഴെ ഇറങ്ങിയിട്ട് ഗുഹയിലോട്ട് പോയിട്ട് അവിടെ അങ്ങ് അടങ്ങി. ഈ വീട് തകരുമ്പോൾ അവർ തകരുന്നത്. അതുപോലുള്ള അറയാണ് ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവരുടെ ഭയങ്കര ബുദ്ധിയാണ്. അവർ തന്നെ നോക്കിയിട്ടാണ് അങ്ങനെയുള്ള അറയൊക്കെ ഉണ്ടാക്കി. പഴയ നിയമം അവർ പഠിക്കുന്നവരാണല്ലോ. അപ്പൊ അവരങ്ങനെ അറ ഉണ്ടാക്കി വെച്ചേക്കുക. എന്നാൽ ദൈവം നമുക്ക് ഉണ്ടാക്കുന്ന അറ ഇവിടെയല്ല, നമ്മുടെ മണികടവാസം മേലെയാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും, ഇവിടെ എന്ത് പടക്കം പൊട്ടി, ഇവിടെ എന്ത് ദൈവം എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാലും അവരൊരുക്കിയ പഠനത്തിൽ ഒന്നും സംഭവിക്കില്ല. അല്പസമയത്തേക്ക് അറയിൽ ഒളിക്കുക. ഈ മക്കളെ, ആ അറയിലേക്ക് നിന്നെ കൊണ്ടുപോകാനാ ദൈവ കർത്താവായ യേശു മധ്യാകാശത്തിൽ വരുന്നത് കേട്ടോ. അതുകൊണ്ട് നിനക്ക് ഇന്ന് പാപം ചെയ്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. പക്ഷേ 7 സമയത്തും കാഹളധ്വനി കേൾക്കാം. പക്ഷേ നിന്റെ പേരുണ്ടാകില്ല. പാടുകാരൻ ഇങ്ങനെയാ പാടിയത്, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. എൻ പേരും ഉണ്ടാവുക. പേർ വിളിക്കുന്നു. കർത്താവ് പേർ വിളിക്കും. ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ട് ശീഘ്രം നൊടികളെക്കൂടി കണ്ണ് ചിമ്മുന്നതിന് മുമ്പേ മധ്യാകാശത്തിൽ കാന്തനെതിരെ പാച്ചു. അവിടെ നമ്മൾ ഉണ്ടാകുന്ന നിയമങ്ങളെ ഇന്ന് തീരുമാനമെടുക്കണം. നീ യഹോവയുടെ പ്രവർത്തികളെ യഹോവയോട് പിന്നെ കോപം ചെയ്ത് അവസാനം ഒരു താക്കീത് ചെയ്യുക. പക്ഷേ നീ വന്ന് കൂടുവിൻ. വന്ന് കൂടി തീരണം. വന്ന് കൂടുവിൻ. അതല്ല, നമ്മളിപ്പോ വായിച്ച ഭാഗത്തേക്ക് മടങ്ങി പോകും. സഭന്യാവിലേക്ക് മടങ്ങി വരുന്നത് 2 ഇപ്പം നിങ്ങൾ വായിച്ചില്ലേ? പക്ഷേ വന്ന് കൂടുവിൻ. 2 3 എത്രയാ? 3 വായിച്ചു. 3 വായിച്ചു. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി അവരെ അന്വേഷിപ്പിക്കും. നീതി അന്വേഷിക്കും. സൗമ്യത അന്വേഷിപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഇന്ന് മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കണം. നമ്മൾ അന്യ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇനി നടക്കരുത്. പാപത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇനി നടക്കരുത് കേട്ടോ. നിന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നതാ, അല്ലാതെ ചുമ്മാ കയറി വന്നതല്ല. നീയായിട്ട് വന്നതല്ല, നിന്നെ അപ്പൻ വിളിച്ചു കൊണ്ടുവന്നതാ അല്ലേ? അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇങ്ങനെ പാടിയ, തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. പാടിക്കേ, തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടുന്നു നാട്ടിലേക്കു പാടുകളേറ്റു ഞാൻ, ഓടുന്നു നാട്ടിലേക്കു പാടുകളേറ്റു ഞാൻ. കാരണം നമ്മൾ തേടിയതല്ല, ക്രൂശിന്റെ സ്നേഹം നമ്മെ തേടി വന്നതാണ്. മക്കളെ, നിങ്ങൾ ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ച് ഇന്ന് നിങ്ങൾ കർത്താവിന്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ആരും നേരത്തെ ആഗ്രഹിച്ചതല്ല. ദൈവം നിങ്ങളെ അനാദികാലം മുമ്പേ തെരഞ്ഞെടുത്തതാണ്. തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് വന്നത്. നിങ്ങളെ ആരും നിങ്ങളായിട്ട് വന്നതല്ല, നിങ്ങളെ ക്ഷണിച്ച് കർത്താവ് കൊണ്ടുവന്നതാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ആ ക്ഷണിച്ച ആ ക്ഷണത്തിനൊത്തവണ്ണം നിന്നുകൊണ്ട് നിങ്ങൾ അവനെ പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പനും അമ്മയും പിന്നെ ജീവിച്ചാൽ മതി, ഞങ്ങളൊക്കെ പൂർണ്ണമായി ജീവിച്ചോളാം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇവിടെ വന്ന് മരക്കുറ്റി പോലെ ഇറങ്ങിപ്പോകാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ആത്മാവിൽ ചലിക്കുവാൻ യൗവനകാലത്ത് ശിഷ്ടാവിനെ ഓർത്തുകൊള്ളാനാണ് വചനം പറയുന്നത്. കാരണം ദിവസങ്ങൾ വരാൻ പോകുക. അതുകൊണ്ട് യൗവനക്കാരായ കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിനെ ശക്തമായി ഈ ദിവസങ്ങളിൽ അവനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പാപത്തിൽ നിന്ന് എത്ര ദിവസമായി നിങ്ങളുടെ ജീവിതം കർത്താവിന് നിങ്ങൾ കൊടുത്തിട്ട്, നിങ്ങൾ എത്ര ദിവസമായി കർത്താവുമായി ബന്ധപ്പെട്ടിട്ട്, നിങ്ങളുടെ ഭവനങ്ങളിൽ എത്ര ദിവസം നിങ്ങൾ അമ്മയപ്പനെ വിളിക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥനയിൽ അമ്മയപ്പനെ നിങ്ങളെ ഉത്തരണിച്ചുകൊണ്ട് തിരിച്ചല്ലേ പ്രാർത്ഥിക്കുന്നത്? അന്നേരം നിങ്ങൾ പറയും, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയൊന്നും ഇല്ല ഭാഷ അല്ലേ? സന്തോഷം, പ്രാർത്ഥനയുണ്ടോ വീട്ടില്? എല്ലാ ദിവസവും ഉണ്ട്. ഹരിഹരം മറ്റേ നമ്മുടെ കാർത്തി വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ ഉണ്ടോ? അറിയില്ല. രാവിലെ നിങ്ങളൊന്നും കാണുന്നില്ല. അല്ലേ? പാട്ടുകാരൻ എങ്ങനെയാ പാടിയത്?
അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ അതേ പാട്ടുകാരൻ പിന്നെ പാട്ട് ഉഷകാലം എഴുന്നേൽക്കുക പരമേശുവെ സ്തുതിപ്പാൻ ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയരോ എന്നാണ് ഗിരീഷ് ഉഷകാലം എന്ന് പറഞ്ഞത്? ഉഷകാലം പറഞ്ഞ നീ എന്നാ മനസ്സിലാക്കി? ഉഷകാലം ഉഷ്ണകാലം 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 പ്ലസ് വൺ പഠിക്കുന്ന ചെറുക്കനാണ് ഉഷകാലം എന്നോടാ പിന്നെ സന്തോഷം അവർ പറഞ്ഞു കൊടുത്തു. അവരും അറിയത്തില്ല, ബസൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവരറിഞ്ഞത്. എന്റെ ദൈവമേ, നിങ്ങളുടെയൊക്കെ അവസ്ഥ ഞാൻ നോക്കുക. എന്റെ മകളെ ഉഷകാലം എന്നാന്ന് അറിയത്തില്ല. ഞാനീ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ നോക്കും ഉഷകാലം ഏതാണ് അറിയാം. ഉഷകാലം പറഞ്ഞാൽ രാവിലെയാണ് അല്ലേ? രാവിലെയാണ് ഉഷകാലം എന്ന് പറഞ്ഞാൽ 5 മണി സമയമൊക്കെ ആകുമ്പോൾ ഉഷകാലമാണ്. നമ്മളെക്കാൾ മുമ്പേ 4:30 കിളികൾ എണീച്ച് പാട്ട് പാടാൻ തുടങ്ങും അല്ലേ? അതുങ്ങൾ പോകാൻ തുടങ്ങും, കിളികൾ കാണാൻ തുടങ്ങും. കാരണം അതും അതുങ്ങളുടെ ഇഷ്ടാവിനെ ശ്രദ്ധിക്കുക, അങ്ങനെ വചനം പറയുന്നത്. പക്ഷെ നമ്മൾ പിന്നെ വെറും എന്താ പറയേണ്ടത്, നമ്മൾ വെറും നന്ദി കെട്ടവരായിക്കണം. ഒറ്റ ഒരുത്ത എനിക്കൊരു സ്വപ്നം പോലും പറയുക. ഏതോരനൊക്കെ വെടിവെച്ച് തിരിഞ്ഞപ്പണം അല്ലേ? 4:30 പിടിക്കോ? അടിപ്പണിക്കുന്നുണ്ട്. ശ്രീനിവാസവരനെ വെടിവെച്ചാലും വീഴത്തില്ല, ഒറ്റപ്പാടിച്ചാലും മേടിക്കില്ല അല്ലേ? അതിന് ഞാനടിക്കണം, പിന്നല്ലേ ശ്രീനിവാസവരൻ ഇടിക്കുന്നത്. ആദ്യം വന്നയാള് വഴി കാണിച്ചു കൊടുത്തയാള് സുഖമായി കിടന്നു നടക്കണം, പിന്നെ എങ്ങനെയാ വഴി കണ്ടവരെങ്ങനെ വരുന്നത്? ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നഷ്ടപ്പെട്ടാൽ, ആരാധന നമ്മുടെ വീട്ടിൽ കുറഞ്ഞു പോയാൽ നമ്മുടെ സന്തതികളിലേക്ക് അത് ശക്തമായി അടിക്കുന്നു. അവരെ നിങ്ങളാണ് തൂണ് പോലെ നിർത്തേണ്ടത്. അവർ നിങ്ങളാകുന്ന തൂണിന്റെ മേലെ ആയിരിക്കണം നിൽക്കുന്നത്. നിങ്ങൾ ഒരുക്കുന്ന പ്രാർത്ഥനയുടെ തൂണിൽ അവരെ നിൽക്കുകയാണെങ്കിൽ അവരെ ഒരു പിശാചിന് തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് തലമുറകളുടെ മേൽ നമ്മൾ തലമുറയെ നോക്കാറേയില്ല. തലമുറയാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്, കരയേണ്ടത്, അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എത്ര പിള്ളേരുണ്ട്? പിള്ളേരെത്ര പറയുന്നത്? കുറച്ച് പിള്ളേർ പറയുന്നത് അവരുടെ ആരും വന്നിട്ടില്ല. പിള്ളേരെ കൊണ്ടുവന്ന് ഉപവസിക്കാനിരിക്കാൻ നമുക്ക് മടിയാണ്. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ ഒരുക്കിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഒരുങ്ങിയാൽ പോരാ, നമ്മുടെ കുടുംബത്തെ ഒരുക്കണം. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. നിങ്ങൾ ആരെങ്കിലും സേവിക്കും, നിങ്ങൾ ഏത് ദേവന്മാരെ പറയാൻ പോകും, പക്ഷെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. കാരണം കുടുംബമായാണ് കർത്താവ് വിളിച്ചത്. അതുപോലെ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബത്തിന് രക്ഷ വേണ്ടത് അല്ലേ? ഒരാൾക്ക് രക്ഷ വരുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷപ്പെടണം, കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം. അതാണ് കർത്താവിന്റെ ആഗ്രഹം. അതുകൊണ്ട് അവരെ കൂടെ രക്ഷപ്പെടുത്താൻ അമ്മമാരായ നിങ്ങൾ, അപ്പന്മാരായ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ഉപവസിച്ചിട്ടോ, അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പൊ ഇത് ഉപവസിക്കുന്നു, നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ വേറൊരു മനുഷ്യനായി, പിന്നെ പ്രാർത്ഥനയില്ല, ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഉപവാസപ്രാർത്ഥനയായി കത്തിപ്പോകും, പിന്നെ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അങ്ങനെ ആകരുത്. ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാകണം. എന്താ? രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറെങ്കിലും കർത്താവിന്റെ മുമ്പിൽ ഇരിക്കണം. വേണ്ട, ഒരു 20 മിനിറ്റെങ്കിലും ഇരിക്കാൻ പറ്റുള്ളൂ. അവനൊരു 2 പാട്ടൊക്കെ പാടി അവനെ ഒന്ന് സ്തുതിച്ച് മൗത്തപ്പെടുത്തി അവൻ നിന്റെ രാത്രി, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ സമയപരാധം പാടി ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ പാടിയല്ലോ. രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിലുറങ്ങുന്നു, അപ്പോഴുവൻ രഥത്തിന്റെ ചക്രം മുൻപോ. നമ്മൾ ആരുടെ കയ്യിലാണ് ഉറങ്ങുന്നത്? ഇവിടെ ദൈവത്തിൽ ആരുടെ കയ്യിലാണ് ഉറങ്ങുന്നത്? ദൈവത്തിന്റെ കരങ്ങളിലല്ലേ നമ്മൾ ഉറങ്ങുന്നത്. അവൻ നമ്മുടെ കരത്തിൽ വഹിച്ചാണ് ഉറങ്ങുന്നത് കേട്ടോ. അതുകൊണ്ടാണ് സ്വസ്ഥമായി ഉറങ്ങുന്നത്. എത്ര പേര് ഉറങ്ങാത്തവരുണ്ടോ? ഇന്ന് ക്യാൻസർ രോഗിയായ ഞാൻ സുഖമായി കിടന്ന് ഉറങ്ങുന്നത് വേദന എന്റെ രോഗത്തിനില്ലാത്തത് കൊണ്ടല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ വേദനയുള്ളവർ നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ വേദന, നിലവിളിച്ച വേദന. ആ വേദനയിൽ എന്നെ വിളിപ്പിച്ച കർത്താവിന്റെ മുമ്പിൽ ഞാൻ എത്ര വൈദ്യെങ്കിലും എത്ര സുഖമില്ലെങ്കിലും ഞാൻ സുഖമായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് അവനെ സ്തുതിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമോ? ദൈവങ്ങളെ, എന്റെ വേദന മാറ്റിയ ദൈവത്തെ ഔത്തപ്പെടുത്താതിരിക്കാൻ എനിക്ക് കഴിയുമോ? രാത്രി ഒരുപോലെ കണ്ണുപോലും അടയ്ക്കാതെ ക്യാൻസർ പോലെ നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
തീരുമാനിച്ചവർ നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ദൈവം എനിക്ക് ഒരു നിലവിളിയും തരാതെ എന്നെ സ്വസ്ഥമായി അവന്റെ കരങ്ങളിൽ ഉറക്കിയെങ്കിൽ, ഞാൻ രാവിലെ എഴുന്നേറ്റ് അവനൊരു നന്ദി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എത്ര നന്ദി കണ്ട മനുഷ്യനാണ്. അതുകൊണ്ട് നിന്നെ വിളിച്ച് നിന്നെ ഇന്നയോളം നടത്തിയ ദൈവത്തെ അവന്റെ കരങ്ങളിൽ നീ ഉറങ്ങുക. പക്ഷെ നീ രാവിലെ എഴുന്നേറ്റ് നിനക്ക് ഒരു മുമ്പിൽ പാട്ടുപാടി അവനെ മഹത്വപ്പെടുത്തി സ്തുതിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ പോലെ നന്ദി കെട്ട ഒരു മനുഷ്യൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് രാവിലെ പ്രാർത്ഥന ഉയരട്ടെ. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി പ്രാർത്ഥന തുടങ്ങട്ടെ. കുടുംബത്തിൽ വലിയ ശാന്തത സമാധാനം ഉണ്ടാകണമെങ്കിൽ, പാപത്തെ വിട്ട് തലമുറ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ നീ അവരെ അഭ്യസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഇനിയെങ്കിലും സ്വാമിമാരുടെ കൂടെ കൂടി സൗമ്യത മനസ്സിലാക്കി, നീതിമാന്മാരുടെ കൂടെ കൂടി ന്യായവിധിയെ കുറിച്ച് മനസ്സിലാക്കി നീ ഒരുങ്ങിയാൽ പക്ഷേ നിനക്ക് പറഞ്ഞിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കും. 12 വായിക്കും. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അത് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ. നമ്മൾ വായിച്ച അതേ വാക്യത്തിലൂടെ ഞാൻ വരുന്നത് ഒരു നിയമത്തിലേക്ക് പറയുക. കടങ്ങൾ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അതിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. മാറിപ്പോയി, ഇളകിപ്പോയി. എന്നാ പറഞ്ഞേ? പാറയുടെ അടുത്ത് പോയി എന്നിട്ട് പറയാ, പാറയെ എന്റെ മേലോട്ടൊന്ന് വീട്, ഞാനൊന്ന് മരിക്കട്ടെ. കാണാമോ? മരണം പോലും ഇല്ലാത്ത ഒരു മഹാകഷ്ടം. അതാണ് യഹോവയുടെ കോപ ദിവസം. ആ കോപ ദിവസത്തിൽ നീ മരിക്കാൻ ആഗ്രഹിച്ച പോലും നിനക്ക് മരിക്കാൻ പറ്റത്തില്ല. അവർ പോയി പറയാം, മലയോടും പാറയോടും പറയാം, എന്റെ മേലോട്ട് വീട്, എന്റെ മേലോട്ട് വീട്. കാരണം ഞങ്ങൾ കുഞ്ഞാടിന്റെ കോപ ദിവസത്തെ സഹിക്കാൻ കഴിയുന്നില്ല. കർത്താവിന്റെ മക്കളെ, ഇന്ന് നമ്മൾ ഇതൊക്കെ കേട്ടിട്ടും വചനം കേട്ടിട്ടും നമ്മൾ അനുസരണയില്ലാതെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ നീതി പ്രസംഗിയായ നോഹ ശക്തമായി പ്രസംഗിച്ചു. പക്ഷേ ആ ജനം കേട്ടത് എന്താ പറഞ്ഞത്? ഇതൊക്കെ നടക്കാൻ പോകുന്നതല്ല. എവിടെ മഴ വരാൻ, എവിടെ വെള്ളം പൊങ്ങാൻ, ഇതുവരെയും പെയ്യാത്ത മഴ ഇനി പെയ്യുമോ? മഞ്ഞുകൊണ്ട് ഭൂമി നനച്ചുകൊണ്ടിരുന്നിടത്ത് ഇവൻ എന്ത് പൊട്ടത്തരാ പറയുന്നത്? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന മഴ പെയ്യുമെന്ന് ഇവൻ പറയുന്നത് എന്തൊരു ബുദ്ധിമോശക്കെടാ. ഇവന്റെ മക്കൾക്ക് ഭാര്യയ്ക്കെല്ലാം ഭ്രാന്തായി പോയി. കാരണം വലിയൊരു പെട്ടനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾ ചോദിക്കരുത്. ദൈവത്തിന്റെ വചനം നീ നിന്നെ ശുദ്ധീകരിക്കേണ്ടതാണ്. പുറത്തുള്ള മനുഷ്യൻ പറയുന്ന പോലെ നീ ചിന്തിക്കരുത്. വചനം കേട്ടാൽ ആ വചനം നിന്റെ ഉള്ളിൽ കത്തണം. നീ പാവപ്രവൃത്തിയിൽ നിന്ന് പുറത്തു വരണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഈ വചനം നിനക്ക് തന്നിരിക്കുന്ന 66 പുസ്തകങ്ങളെ നിന്നെ ശുദ്ധീകരിക്കാനുള്ള. ഓരോ ദിവസവും നീ ഇത് കേൾക്കുമ്പോൾ നീ ശുദ്ധീകരണം പ്രാപിക്കാം. ഇത് കേട്ടിട്ട് തള്ളിക്കളയാനല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതോ. ഇത് കേട്ട് നിന്റെ ജീവിതത്തെ ക്രമീകരിക്കാനാണ്. ക്രമീകരിച്ച് നീ മുന്നോട്ട് പോകുമ്പോഴാ ദൈവം നിന്നെ മകനായി മകളായി വളർത്തുന്നത് കേട്ടോ. അവരുടെ ഉള്ളിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അവരെയാണ് പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്തുന്നത്. അവിടെയാണ് നിനക്ക് ബന്ധനങ്ങളും കെട്ടുകളും പൊട്ടി തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുന്നത് നീ കാണാൻ പോകുന്നത്. അല്ലാതെ ദൈവത്തിലെ നീ പാപം ചെയ്തുകൊണ്ട് ഇരുന്നുകൊണ്ട് നിനക്കൊരു ഗുണവുമില്ല. നിന്റെ കുടുംബത്തിന് തലമുറയ്ക്ക് ഒരു ഗുണവുമില്ല. കാരണം നീ ഒരു വലിയ പ്രതികൂലത്തിലേക്ക് വരാൻ പോകുക. ഇനി അത് ദിവസമില്ല. കോവിഡ് മഹാ ദിവസം അടുത്തിരിക്കുക. നമ്മള് ദൈവത്തിൽ പറയുമ്പോൾ മഹാ കഷ്ടകാലം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. നമ്മുടെ അല്ല കേട്ടോ. പാപം ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പെന്തക്കോസ്തുകാരനാണെന്ന് പറയുകയും അന്യജാതിക്കാരൻ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതിനകത്ത് വന്നിരിക്കുക. പാപം ചെയ്തുകൊണ്ട് ഇതിനകത്ത് വന്നിരിക്കുക. ഇരുന്നിട്ട് നിനക്കൊരു ഗുണവുമില്ല. ഈ 2-ാം ദിവസം ദൈവാത്മാവോട് വ്യക്തമായി സംസാരിക്കുക. നീ ഇന്ന് തിരിഞ്ഞു വന്നാൽ ദൈവം നിന്നെ സ്വീകരിക്കാൻ തയ്യാറാ. ഈ കഷ്ടതയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്യം നമുക്ക് വായിച്ചു വായിച്ചു.
യഹോവയുടെ കോപദിവസം വന്നു. ആർക്ക് നിൽപ്പാൻ കഴിയും? ദൈവങ്ങളെ, ആർക്കും നിൽപ്പാൻ കഴിയാത്ത ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് 5-ാം അധ്യായം ദൈവമക്കൾ സ്വർഗത്തിലാണ്. ഒരുപാട് ദിവസം 5-ാം അധ്യായത്തിലൂടെ കർത്താവിന്റെ മക്കളെ എല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നുള്ള അങ്ങോട്ടുള്ള കാലങ്ങൾ മുഴുവൻ മഹോദര കാലമാണ്, കഷ്ടകാലമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഹോവയുടെ കോപദിവസത്തിൽ ആർ നിൽക്കുമെന്ന് ചോദിച്ചതുപോലെ ഇവിടെ ചോദിക്കുക, കുഞ്ഞാടിന്റെ കോപദിവസത്തിൽ അവന്റെ മുമ്പിൽ ആർക്ക് നിൽപ്പാൻ കഴിയും? അതുകൊണ്ട് കർത്താവിന്റെ മക്കളെ, നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നടന്നില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ മരണത്തിൽ നിന്ന് ഏറ്റുവന്ന നിങ്ങളോട് പറയുന്നത് പറയാൻ ഞാൻ ഉണ്ടാകുമെന്ന് പോലും ഞാൻ ചിന്തിക്കാത്ത ഒരു വർഷം 4 മാസം മുമ്പ് ഞാൻ ആ കിടക്ക വിട്ട് എഴുന്നേൽക്കുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഏറ്റവും വലിയ ഓങ്കോളജിയിലെ ഡോക്ടർ പറഞ്ഞു, ഇന്ന് രാത്രി തികയ്ക്കുന്നില്ല, ഈ രാത്രിക്ക് മുമ്പ് തട്ടിപ്പോകും എന്ന് പറയുന്നത് എന്റെ ശരീരത്തിൽ ഞാൻ കേട്ടിട്ടാണ് ഞാൻ ഐസിയിലോട്ട് കയറിയത്. എന്നാൽ അവിടെ തന്നെ പുറത്തു കൊണ്ടുവന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയുക, മാനസാന്തരപ്പെടുവാൻ പറഞ്ഞെങ്കിൽ ദൈവമക്കളെ, അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നീ മറന്നുപോരുക. നീ തിരിച്ചു വരുവാൻ, നീ മടങ്ങി വരുവാൻ ദൈവം നിന്നോട് പിന്നെയും ആഹ്വാനം ചെയ്യുക. നിന്റെ കുടുംബത്തെ സുസ്ഥിരമാക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടോ? നിന്റെ മക്കളെ, തലമുറകളെ മാനിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടോ? പക്ഷേ നീ പാപത്തിൽ പോയിട്ട് തലമുറയെ നശിപ്പിക്കരുത്. കാലത്തിലേക്ക് നീ മടങ്ങി വരരുത്. അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ആ കാഹളധ്വനിയിൽ നമ്മൾ കൂടെ ഉണ്ടാകണം. പാട്ടുകാരൻ പാടിയതുപോലെ നമ്മൾ ആ കാഹളധ്വനി കേൾക്കുവാൻ സമയമായി. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മക്കളെ, ഇന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ആ കാലത്തേക്ക് ഞാൻ പോകില്ല, അന്യവസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ ഇനി എന്റെ ജീവിതം മുന്നോട്ട് നയിക്കത്തില്ലെന്ന് ഇന്ന് നീ തീരുമാനമെടുക്കുക. 2025 ഈ രണ്ടാമത്തെ ആഴ്ചയല്ലേ? മൂന്നാമത്തെ ആഴ്ച അല്ലേ? രണ്ടാമത്തെ ആഴ്ച അല്ല, മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ രണ്ടാമത്തെ ആഴ്ചയുടെ ശനിയാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുക. തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ ഇടയിലില്ലാത്ത ഉപവാസ പ്രാർത്ഥന ഇന്ന് കർത്താവ് തന്നു. 1-ാം ദിവസം വലിയൊരു ആത്മപകർച്ച, 2-ാം ദിവസവും ആ പകർച്ച ഞാൻ കാണുന്നു. ഇന്ന് ഈ 2-ാം ദിവസം നീ വചനങ്ങൾ ഒന്നുകൂടെ ഒന്ന് മാനസാന്തരപ്പെട്ടാൽ നിന്റെ മേൽ അവന്റെ പുതിയ എണ്ണയായി വാങ്ങുന്നുണ്ട്. നിന്നെ ഇന്ന് കേൾപ്പിച്ച്, നിന്നെ ഉത്സവം ധരിപ്പിച്ച്, നിന്റെ മേലുള്ള കറയെ ദൈവം എടുത്തു മാറ്റി പിശാചിന്റെ കറകൾ നിന്റെ മേലെ വെച്ചേക്കുക. അല്ലേ? നമുക്കറിയാം, മഹാപുരോഹിതനായ യോശുവയെ കുറിച്ച് സൈര്യാവിന്റെ പുസ്തകം 2:3-1 ഒന്ന് വായിച്ചു. സൈര്യാവിന്റെ പുസ്തകം 3:1 പെട്ടെന്ന് വായിച്ചു. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. സൈര്യാവിന്റെ പുസ്തകം 3:1. അനന്തരം അവൻ എനിക്ക് പുരോഹിതനായ യോശുവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. കണ്ടോ? അനന്തരം മഹാപുരോഹിതനായ യോശുവയെ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നത് സാത്താൻ. നമ്മുടെ യോശുവയാണെന്ന് പലരും പറയുന്നുണ്ട്, പലരും പല രീതിയിലാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത് നമ്മുടെ യോശുവ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലേ, മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിച്ച ആ യോശുവാണെന്ന് പറയുന്നവരുണ്ട്, അല്ലാതെ മഹാനായ യോശുവെന്ന് പറയുന്നുണ്ട്. എന്തായാലും ദൈവം നീതീകരിച്ചൊരു മനുഷ്യനാണ്. അവിടെ പറയുകയാണ്, അനന്തരം ഒരു ദൂതൻ എന്നെ കാണിച്ചു തന്നത് എന്താ? മഹാപുരുഷനായ യോശുവയെ കാണിച്ചു തന്നു. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവയെ കാണിച്ചു തന്നു. യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുന്നതും അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു. ഞാൻ പറയട്ടെ, നിന്റെ ഓരോ വഴികളിലും, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഓരോ വഴികളിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും ആര് കാണുന്നുണ്ട്? നിന്റെ വസ്ത്രത്തിൽ, നിന്റെ ജീവിതമാകുന്ന വസ്ത്രത്തിൽ ഓരോ കറ വീഴുന്നത് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ഇവിടെ ആരാ വേറെ സാത്താൻ കാണുന്നുണ്ടോ? അല്ലേ? സാത്താൻ നിന്റെ ഓരോ വഴികളിലും നിന്റെ വസ്ത്രത്തിലേക്ക് കറ അവന്റെ ആലോചനയാണ്. അവന്റെ ആലോചന നിന്റെ നേരെ ഓരോ കറ വീഴുന്നത്. നിന്റെ വസ്ത്രം, ഏത് വസ്ത്രം? കർത്താവ് നിന്നെ തന്നിരിക്കുന്ന വസ്ത്രം, നീതിയുടെ വസ്ത്രം. ആ വസ്ത്രത്തിൽ വീഴുന്ന ഓരോ കറയും സാത്താൻ കാണുന്നുണ്ട് കേട്ടോ. സാത്താൻ കാണുക മാത്രമല്ല, യഹോവയുടെ ദൂതനോട് വാദിക്കുന്നതും കാണാൻ പറ്റും. അവിടെ വായിച്ചു.
യഹോവ സാത്താനോട്, സാത്താനെ യഹോവയായ ഞാൻ നിന്നെ ഭർഷിക്കുക. യെരൂശലേമിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ തന്നെ ആരാ? യെരൂശലേം. നമ്മൾ ഓരോരുത്തരും അല്ലേ, അവൻ സ്വന്തം മക്കളാണ്. യെരൂശലേം നിവാസികളാണ് നമ്മൾ അവന്റെ കൂടെ മാറാൻ പോകുന്ന ദേശമാണ്. അപ്പം യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട അല്ല, അവൻ വസത്തില് കയറാൻ പറ്റിയതല്ലേ അവനെ താത്താൻ കൂടി കാണിച്ചത്. അത് വായിച്ചില്ല. അത് വായിച്ചല്ലോ. വായിച്ചോ? ആദ്യം വായിച്ചു. നിങ്ങൾ വായിച്ചു. ഞാനത് കേട്ടില്ല. ഇവരാരും കേട്ടില്ല. എന്ത് കേട്ടോ? എവിടെ കേട്ടാൽ വാസന ഞങ്ങളിവിടെ കേൾക്കാൻ പോയി ഞങ്ങൾ വായിച്ചു. അനന്തരം അവൻ എനിക്ക് പുരോഹിതനായ കേട്ടോ അവന് ബൈബിളില്ലേ? എടുത്തോ, നീ എടുത്തോ. ശരിയാ മുന്നിൽ എടുത്തോ. പിന്നെ എടുത്തോ അല്ലേ? ചിന്നെടുത്തോ. നീ എടുത്തോ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട നമ്മള് തീയിൽ നിന്ന് വലിക്കപ്പെട്ട കൊള്ളിയാണോ? ആണെങ്കിൽ നിന്നെ ഒരു പിശാചിനെ കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. നിന്നെ നീതീകരിക്കുന്നത് ദൈവം അല്ലേ? പിശാചെ നിനക്ക് കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. ദൈവം ശാസിക്കും. പിശാചെ അവന്റെ വസ്ത്രത്തിൽ കറ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ എന്ന് മാനസാന്തരപ്പെടുന്നു അന്നവന്റെ കറ നീക്കി അവന് പുതിയ വസ്ത്രം കൊടുക്കാൻ എനിക്ക് കഴിയും. കാരണം അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന കൊള്ളി എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവാത്മാവിന്റെ ശക്തിയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഓരോ കൊള്ളികളുമായി നീ മാറിയാൽ നിന്നെ കുറ്റം വിധിപ്പാൻ ഒരു കുറ്റ പിശാചിനും കഴിയത്തില്ലെന്ന് ഇന്ന് ദൈവാത്മാവ് വ്യക്തമായി പറയുക. നീ ആത്മാവാകുന്ന കൊള്ളിയാണോ? പരിശുദ്ധാത്മാവിൽ കത്തുന്ന ആത്മസാന്നിധ്യത്തിൽ കത്തുന്ന ഒരു കൊള്ളിയാണെങ്കിൽ നിന്നെ തൊടുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിന്നെ കുറ്റം വിധിപ്പാൻ ഒരു സാത്താനും കഴിയത്തില്ല. പക്ഷേ നീ ആത്മസാന്നിധ്യമില്ലാത്ത വഴിയിലൂടെ നടന്നിട്ട് നിന്റെ കറ നീ പിടിപ്പിച്ചാൽ ആ കറ നോക്കിക്കൊണ്ട് പിശാച് നിന്നോട് വാദിക്കും. നിന്നോട് പലവട്ടം വാദിച്ചു കഴിയുമ്പോൾ ദൈവം നിന്നെ കൈവിട്ട് കളയും. അതുകൊണ്ട് നിരന്തരമായി നീ പാപം ചെയ്ത് നിന്റെ വസ്ത്രത്തെ കറ പിടിപ്പിക്കരുത് കേട്ടോ. ഇവിടെ മഹാവനായ യോശുവയുടെ നേരെ കണ്ട് ചെറിയൊരു കറ പറ്റിയപ്പോൾ പിശാച് വന്ന് വാദിക്കുക. ദൈവം തന്നെ അവനെ വാസിച്ചിട്ട് പറഞ്ഞു അവന്റെ വസ്ത്രം മാറാൻ. അല്ലേ? അവിടെ വായിച്ചു. നീ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. കണ്ടോ? ഏതോ ഒരു കറ പറ്റിയ മുഷിഞ്ഞ ഒരു അങ്കിയാണ് പിശാച് കയറി വാദിച്ചത് എന്ന് ഓർത്തു. നിന്റെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ന പകൽക്കാലം പറയില്ല, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. ആർക്ക് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ മുഷിഞ്ഞ വസ്ത്രം എന്താണ്? എന്താ മുഷിഞ്ഞ വസ്ത്രം? പാപത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവ് തന്ന നീതിയുള്ള ആ വെള്ള ധരിക്കുവാൻ, ആ നീതിയുള്ള വെള്ള നിന്റെ ഉള്ളിൽ ധരിച്ചുകൊണ്ട് നീ ഇരിക്കേണ്ടടുത്ത് ഇന്ന് നീ മുഷിഞ്ഞ വസ്ത്രവുമായി നീ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഞങ്ങളുടെ വസ്ത്രം മുഷിഞ്ഞു. ഈ വസ്ത്രമല്ല കേട്ടോ, ഈ വസ്ത്രമല്ല നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രം. കർത്താവ് നമുക്ക് വസ്ത്രം തന്നിട്ടുണ്ട്. ആ വസ്ത്രത്തെ സൂക്ഷിക്കുവാൻ ഈ വസ്ത്രമല്ല കേട്ടോ. കർത്താവ് നമുക്കൊരു വസ്ത്രം തന്നിട്ടുണ്ട്. അത് നീതി പ്രവൃത്തിയാണെന്ന് പറയുന്നത്. ആ വസ്ത്രം സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അത് മുഷിഞ്ഞതാണെങ്കിൽ
നിന്റെ മുമ്പിൽ നിന്ന് പിശാച് മാറിപ്പോത്തില്ല. നിന്റെ ഭവനത്തിൽ നിന്ന് പിശാച് മാറിപ്പോത്തില്ല. അവൻ നിനക്ക് വാദിച്ചുകൊണ്ടിരിക്കും. നീ എന്റെ മോനാ, എന്റെ മോളാ, ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ എന്ന് പിശാച് വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നീ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വന്ന് പറയില്ല, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണെന്ന് കൽപ്പിച്ചിട്ട് അവന്റെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രം ഇന്ന പകൽക്കാലം മാറ്റുവാൻ അവൻ ശക്തനാണ്. അവനെ നീ ആത്മാവിൽ ആരാധിക്കാൻ ദൈവത്തിന്റെ കൊണ്ടുവന്നിരിക്കുക. ആ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടതല്ല, കർത്താവിനെ ആത്മാവിൽ ആരാധിച്ച് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിച്ച് ആത്മാവിൽ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊടിയെ തൊടുവാൻ കഴിയുന്നില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ, ആത്മാവിൽ ആരാധിക്കുന്നവൻ, ആത്മാവിൽ സൂചിക്കുന്നവരെ തൊടുവാൻ ഒരു പൈസാരി കഴിയില്ല എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു. ഓ ആത്മാവ് സന്തോഷിക്കുക, ആത്മാവ് സന്തോഷിക്കുക. ഈ പാത്തിരുന്ന് മൊബൈൽ കാണുന്നത് ആര് കാണുന്നുണ്ട്? പാത്തിരുന്ന് മൊബൈൽ കാണുന്നത് ആര് കാണുന്നുണ്ട്? ആരാ കാണുന്നത്? നീ കാണരുതെന്ന് പറയണം, മൊബൈൽ കാണണ്ട എന്ന് പറയുമ്പോൾ നീ പോയി നല്ല പോയി പാത്തിരുന്ന് മൊബൈൽ കാണുന്നില്ലേ? ഇല്ലേ? ഞാൻ പോയി കേട്ടോ. നീ അങ്ങനെ കാണുന്നില്ല? ഇല്ല. അങ്ങനെ കാണുന്ന ആരുണ്ടാ? ഇവർ 24 മണിക്കൂർ മൊബൈലില്ല. നമ്മൾ സന്തോഷം പുറത്തിറങ്ങിയില്ല അല്ലേ? അപ്പം പുറത്തിറങ്ങിയാൽ വീട്ടകത്തേക്കല്ലേ മൊബൈലല്ലേ ഒരു ജീവിതം. നിനക്കുള്ള പണിയാ പണി വരുന്ന പാത്തിരുന്ന് മൊബൈൽ കാണുമ്പോൾ ഓർത്തോ, നിന്നെ കാണുന്ന രണ്ടുപേരുണ്ട്. ആരൊക്കെയാ സന്തോഷം? ദൈവം, പിന്നെ സാത്താൻ. അത് മനസ്സിലായി. നീ മൊബൈലിൽ കൂടുതൽ കാണാൻ പോകും. ആവശ്യമുള്ളത് മാത്രം കാണുക. നീ എന്താണ് എന്നെ ദൂരമായി നോക്കുന്നത്? അതാണ് അവനെ ഞാൻ ഇന്ന് ദൈവാത്മാവെന്ന് പറഞ്ഞ അവനെ കുറിച്ച്. അവൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് വിട്ടണം ഞാൻ. പക്ഷേ എന്നോട് ദൈവാത്മാവ് ഇന്ന് ശക്തമായി കൽപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറേ നിന്നെയാ പറയുന്നത്. മൊബൈൽ പാത്തിരുന്ന് കാണുന്ന കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് പറയാം, നിന്നെ കാണുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് ദൈവം, രണ്ട് സാത്താൻ. നിന്നെ വിട്ടവൻ പോയില്ല. സാത്താൻ വാദിച്ചുകൊണ്ടിരിക്കും. ഇവനെ എനിക്ക് ആവശ്യമാണ്, ഇവനെ എനിക്ക് വേണം അല്ലേ? അതിനുള്ള അധികാരം സാത്താനെ കൊടുത്തേക്കുന്നു. പാപം ചെയ്യുന്നവൻ സാത്താൻ അവനാണെന്നാ യോഹന്നാൻ പറയുന്നത്. പാപം ചെയ്യുന്നവൻ സാത്താന്റെ മകൻ. പാപം ചെയ്യുന്നവൻ ആരാന്നാ പറഞ്ഞേ? വായിച്ചേ, 1 യോഹന്നാൻ 3:6 വായിച്ചേ. നമുക്ക് ഇവിടെ മാറ്റില്ലേ? അവിടെ ഇങ്ങോട്ട് വാക്കുകൾ വായിക്കാനോ? പെട്ടെന്ന് നിനക്ക് എങ്ങനെയാണോ വേണം? നല്ല കൈമാസം വരുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ മുന്നിൽ 5 കൊടുത്തു വെച്ചു. അറിയുന്നു അവനിൽ പാവമില്ല, അവനിൽ വസിക്കുന്നവനും. ഇന്നലെ ആ വാക്യം ഞാൻ എടുക്കേണ്ടതായിരുന്നു. അവനിൽ വസിക്കുന്നവനും. ഇന്നലെ സമയം നമ്മുടെ കുറവായതുകൊണ്ട് അച്ഛനും കൂടെ സമയം ഞാൻ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയല്ല ഞാൻ ക്ഷീണിതാവസ്ഥയിലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അത് നിർത്തിയത്. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. മക്കളെ, സ്നാനപ്പെട്ടത് കൊണ്ട് നീ അവനിൽ വസിക്കുന്നില്ല കേട്ടോ. ബൈബിള് വായിച്ചത് കൊണ്ട് നീ അവനിൽ വസിക്കുന്നില്ല. നീ വീട്ടിലിരുന്ന് അമ്മയപ്പന്റെ നിർബന്ധ നിമിത്തം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നീ അവനിലാകുന്നില്ല, അവനിൽ വസിക്കുന്നില്ല. അവനിൽ വസിക്കണമെങ്കിൽ എന്തുണ്ടാകണം? നീ പാപം ചെയ്യാതിരിക്കണം. നീ പാപം ചെയ്യാത്ത വ്യക്തിക്ക് മാത്രമേ യേശുവുമായി വസിക്കാൻ കഴിയുകയുള്ളൂ. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവങ്ങളെ, പാപം നിന്നെ
കാത്തു നിന്നാൽ നിന്റെ മുമ്പിൽ ഒരുത്തൻ നിൽപ്പുണ്ട്, നീ മറന്നു പോയതോ. ദൈവം മാറിക്കളയും. അടുത്ത് നിന്നെ നടത്തുന്ന സാത്താനായിരിക്കും. നിന്റെ കുടുംബത്തെ സാത്താൻ ബാധിക്കും. നിന്റെ വീട്ടിനകത്ത് കയറിയിട്ട് പറയും, ഇവൻ എന്റെ മോനാ, എന്റെ മകളാണെന്ന് അവൻ പറയും. കാരണം താഴോട്ട് പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഈ രണ്ടാം ദിവസം പരിശുദ്ധാത്മാവ് പറയുക, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ ആരും തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു, പാപം ചെയ്യുന്നവൻ ആരുടെ മകനാണെന്ന് പറഞ്ഞേ? പിന്നെ അവൻ നിന്റെ വീട്ടിൽ നിന്ന് പോകുമോ? നിന്റെ ശരീരത്തിൽ നിന്ന് അവൻ പോകുമോ? നിന്റെ മക്കളിൽ നിന്ന് അവൻ പോകുമോ? നിന്റെ കുടുംബത്തിൽ അവൻ കയറി വസിക്കത്തില്ലേ? കാരണം ദൈവവചനം പറയുക, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. നിരന്തരമായി പാപം ചെയ്യുന്ന സഹോദര, നിരന്തരമായി പാപം ചെയ്യുന്ന സഹോദരിമാരെ, പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ദൈവത്തിന്റെ പൈതലായി മടങ്ങിപ്പോകാം. ഇന്ന് നിന്റെ വീട്ടിൽ കയറി വാദിക്കുന്ന പിശാചിനെ നിനക്ക് ആത്മാവിൽ ആരാധിച്ച് പുറത്താക്കാം. ദൈവത്തിന്റെ ആത്മാവുമായി നിനക്ക് യാത്ര ചെയ്യാം. പക്ഷേ തീരുമാനം നിന്റെയാ. ഇനി ഞാൻ പാപം ചെയ്യണമോ വേണ്ടയോ? ഭർത്താവിന്റെ മകളായി ഇരിക്കേണ്ട ഞാൻ, ആ യോഗ്യതയിൽ ഇരിക്കേണ്ട ഞാൻ പാപം ചെയ്തിട്ട് അവനിൽ നിന്ന് തെറ്റിപ്പോയി നിന്റെ പിശാചിന്റെ മകൻ എന്ന പേരിലേക്ക് നിനക്ക് മാറണമോ വേണ്ടയോ? യോഹന്നാൻ തന്റെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. പുറകളാക്കാൻ എഴുതിയ ലേഖനമല്ല. ബൈബിളിലെ ഒരു ലേഖനവും അപ്പോസ്തലന്മാരുടെ ഉപദേശം ഒറ്റ ഉപദേശവും പുറത്തെ ജാതികൾക്കുള്ളതല്ല, അകത്ത് കയറി വരുന്നവനുള്ളതാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാച് ആദ്യം മുതൽ ഔവായിൽ തുടങ്ങിയ പാപം, ഔവായിൽ തുടങ്ങിയ ചതിയ, അത് ഇന്നും നിലനിൽക്കുകയാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ എന്റെ കർത്താവായ യേശു ഇന്ന് ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ഇതിനെ നടക്കുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാവും വന്നിരിക്കുന്നത്. നിന്റെ ബന്ധനങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ പാപം ചെയ്ത് ബന്ധിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഇന്നതിനെ അഴിച്ചു മാറ്റുവാൻ എന്റെ യേശുവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ടോ? എത്ര പേർ തിരിച്ചറിയുന്നുണ്ടോ? നിന്റെ പാപം, നിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ആരാധനക്കുറവ്, നീ ബന്ധിക്കപ്പെട്ടു പോയ മണ്ഡലങ്ങളിൽ ഇന്ന് ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നതിന് ഉപരിയായി യേശുവിന്റെ ബന്ധനങ്ങളെ അഴിച്ച് മാറ്റും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ബന്ധനങ്ങൾ അഴിഞ്ഞ് മാറട്ടെ. ആ ബന്ധനം അഴിഞ്ഞ് മാറട്ടെ. കൂടാതെ അവകാശം മാറാതെ വീട്ട് മാറുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. എന്നാൽ ഈ പാപം എന്ന് നീ മാനസാന്തരപ്പെട്ടാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പിശാചിന്റെ ബന്ധനങ്ങളെ, കെട്ടുകളെ പൊട്ടിക്കാനാണ്. നിന്റെ ഭവനത്തിൽ നിന്ന് ഇനി ആ കെട്ടുമായി പോകരുത് കുഞ്ഞുങ്ങളെ. ഇനി ആ കെട്ടുമായി പോകാൻ സഹോദരന്മാരെ, ഇനി നീ ആ കെട്ടുമായി നടക്കരുത് കേട്ടോ. പിശാചിന്റെ മകൻ എന്ന പദവിയിലേക്ക് പോകരുത്. അകത്ത് നീ വസിച്ചുകൊണ്ടോ നീ പിശാചിന്റെ മകൻ എന്ന് പറയേണ്ടവരല്ലോ. നീ പുറത്ത് വസിക്കുന്നവരെ പോലെ ആകരുത്. അന്യവസ്ത്രം ധരിക്കരുത്. ഇന്ന് ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാണാത്തത് കാണുകയും കേൾക്കേണ്ടാത്തത് കേൾക്കുകയും അന്യ സ്വഭാവം, അന്യ വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ പിശാച് നിന്റെ ഉള്ളിൽ കയറി ബന്ധിക്കും. കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കരമായ ബന്ധനമാണ്. ആ മകൾക്ക് ഇന്നലത്തെ കാര്യം കുറച്ച് വലിച്ചു കൊടുത്തിട്ടുണ്ടോ? മകൾക്ക് ഭയങ്കര ബന്ധിക്കപ്പെട്ട അനുഭവം. എന്നാലും ഞാൻ കുറെ പേരുടെ കാര്യം അമ്മാവിന് ഞാൻ പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്. പിന്നെ ചില മൊത്തം ബന്ധിച്ച് വിചാരികളെന്നവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ആ വഴിയെ പോകും. പിന്നെ അവരോട് പിന്നെ പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മടങ്ങി വരേണ്ടവരോട് ദൈവാത്മാവ് പറയും. മടങ്ങി വരേണ്ടവരോട് ദൈവാത്മാവിനോട് നിന്റെ ആ മനസ്സിന്റെ ആ ശരിയായ ദൈവവചനം സ്വീകരിക്കാൻ കഴിയാതെ നിന്റെ മനസ്സിനെ പിശാച് തെറ്റിച്ച് നിന്നെ കൊണ്ടുപോയി ചതിയിൽ വീഴ്ത്തിയതാണെങ്കിൽ ഇന്ന് നീ മടങ്ങി വന്നാൽ കർത്താവ് നിന്നെ കണ്ടഴിക്കാൻ പോകും. പക്ഷെ ഇത് നീ പാപം ചെയ്യരുത്. ഇനി കാണണ്ടാത്തത് കാണരുത്. മൊബൈലുമായി ബന്ധപ്പെടരുത്. മൊബൈൽ എടുത്ത് നിനക്ക് ഇഷ്ടമുള്ളത് കാണാനല്ല, നിനക്ക് കാണേണ്ടതേ കാണാൻ ദൈവം നിനക്ക് അധികാരം നൽകുള്ളൂ. ഇഷ്ടമുള്ളത് കാണാൻ പിശാച് എന്ന് പറയുന്നത്. നിനക്ക് നീ ആസ്വദിച്ചു, സന്തോഷിച്ചു, എന്ത് വേണമെങ്കിലും ചെയ്തു, എൻജോയ്മെന്റ് അല്ലേ? ലോകം പറയുന്നതല്ല.
എടാ നീയൊക്കെ വെറും പോത്തന്മാരല്ലേ, ഇച്ചിരി കുടിച്ചും ഇച്ചിരി വലിച്ചും ഇച്ചിരി സന്തോഷിച്ചൊക്കെ പോകുന്നതല്ലടാ സന്തോഷം. അത് മാത്രമല്ല നല്ല രാഗമോഹങ്ങളൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ കാണിക്കാൻ നിന്നോട് പറയുന്ന ഒരു പിശാച കേട്ടോ. ദൈവം പറയുന്നത് നീ വചനങ്ങളെ കേൾക്കാനാണ്. അത് കേൾക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നിനക്ക് യേശുവിനെ ഒരു സാക്ഷ്യത്തിലെങ്കിലും ഇന്ന് ഞാൻ വിളിക്കുമ്പോഴൊക്കെ പലരുടെയും പാട്ട്, ഇന്നലെ നമ്മുടെ ഹരിയൻ തന്നെ വിളിച്ചപ്പോൾ ഞാൻ അവന്റെ മൊബൈൽ സേവ് ചെയ്യാൻ എന്റെ മൊബൈലിൽ അവന്റെ സേവ് ഇല്ല. അപ്പൊ രണ്ടാമത് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ നല്ല ഉഗ്രൻ പാട്ടാണ്, നല്ല സിനിമാ പാട്ടാണ് അല്ലേ. അപ്പൊ സിനിമാ പാട്ട് കേട്ടിട്ട് നമ്മൾ ഒരുത്തന്റെ ചെവിയിലോട്ട് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുക, അന്യ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുക. എന്റെ സാറ്റസിൽ ഒരു യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ നിന്റെ കൂട്ടുകാർ കാണുന്നത് നിന്നെ കൊണ്ട് യേശുവിനെ അവർ കാണുകയാണ് അല്ലേ. അതൊന്നും നമ്മൾ ചെയ്യത്തില്ല. ഈ മീഡിയ, ഈ മാധ്യമം വന്നത് തന്നെ കർത്താവ് ഒരുക്കിയ ഒരു വഴിയാണ്. ഈ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ലോകമെമ്പാടും ജനം കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഒരു സാറ്റസ് കണ്ടായിരിക്കാൻ ചിലപ്പം ഒരു ഭാവി മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ അത് ചെയ്തില്ലെങ്കിൽ നീ എന്ത് ദൈവത്തിന്റെ മകനാണ്? നീ സാധാരണമാനല്ലേ? നീ വിജയുടെ പടവും നീ മറ്റുള്ള സിനിമാനടന്മാരെ ഉയർത്തുകയാണെങ്കിൽ നീയും അന്യജനവും നമ്മൾ എന്താ മാറ്റമുള്ളത്? എന്തെങ്കിലും മാറ്റമുണ്ടോ? സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞല്ലാതെ നിനക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? അതുകൊണ്ട് ഇന്ന് ദൈവാത്മാവ് പറയുക, നീ മാധ്യമങ്ങളിലൂടെ കർത്താവിനെ ഉയർത്ത്. നിന്നെ കാണുന്നവൻ യേശുവിനെ കാണട്ടെ, നിന്നെ അറിയുന്നവൻ യേശുവിനെ അറിയട്ടെ. പാപത്തിൽ കിടന്ന് നീ മരിക്കരുത്. പാപത്തിൽ കിടന്ന് മരിച്ചിട്ട് നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകേണ്ട കർത്താവ് നിന്നെ പിശാചിനെ ഏൽപ്പിക്കാൻ വരരുത്. നിന്റെ വീട്ടിൽ കയറി നിന്റെ മുമ്പിൽ നിന്നോട് പിശാച് പറയും, എന്റെ മോനാണ് വാദിക്കുന്നത്. യോശുവ ചെറിയൊരു മുഷിഞ്ഞ വസ്ത്രം വന്നപ്പോൾ അവനെതിരെ വാദിച്ചെങ്കിൽ നിനക്കെതിരെ എത്ര അധികം വാദിക്കും? പാപം ചെയ്യുന്നവൻ ആരാ? പിശാചിന്റെ മകനാ കേട്ടോ. ഒന്ന് തിരിച്ചു വരാം, ശരിയാ 3 ഇപ്പൊ വായിച്ച ഭാഗത്ത് തിരിച്ചു വരാം. പെട്ടെന്ന് സമയം പോയല്ലോ. എന്നാൽ യോശുവ മനുഷ്യ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളയുക. ആരാ പറഞ്ഞത്? കർത്താവ് പറയുക. അവിടെ നിന്നോട് പറഞ്ഞു യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം നീക്ക്. അവിടെ പറയാ പറയാ നോക്ക്, അവനെ എന്നാ ചെയ്യണം? നീക്കിക്കളവിൽ വസ്ത്രാമകലം നീക്കിക്കളവിൽ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട് ഞാൻ നിന്റെ അകൃത്യം നിങ്കൽ നിന്ന് പോക്കിയിരിക്കുന്നു. ഈ മക്കളെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, ഈ മാനസാന്തരപ്പെട്ടാൽ നിനക്കൊരു പുതിയ വസ്ത്രവുമായി എന്റെ അവൻ വന്നിട്ടുണ്ട്. നിന്റെ അകൃത്യം അവൻ മോചിക്കും. സാത്താൻ ഇന്നലെ വരെ നിന്റെ വീട്ടിൽ കയറി വാദിച്ചെങ്കിൽ, തലമുറയിലേക്ക് വാദിച്ചെങ്കിൽ, ഇന്ന് നീ മാനസാന്തരപ്പെട്ടാൽ കർത്താവ് പറയാം, ഞാൻ നിന്റെ അകൃത്യം മോചിച്ചു. മുഷിഞ്ഞ വസ്ത്രം ഞാൻ മാറ്റാൻ പോകുക, അകൃത്യം മാറ്റാൻ പോകുക. ഇത് സാത്താൻ വാദിക്കാതെ വേണം. നിന്റെ പേരുള്ള അകൃത്യം ഞാൻ നീക്കാൻ പോകുക. നീക്കിയിട്ട് നിന്നെ ഉത്സവ വസ്ത്രം കണ്ടോ, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പോകുക. എന്താ ഉത്സവം? ഉത്സവത്തിന് നമ്മൾ എന്താ കാണുന്നത്? ഉത്സവത്തിന് സന്തോഷേ, ഉത്സവം പോകുമ്പോ എന്താ കാണുന്നത്? നീ പോയിട്ടില്ല, പണ്ട് പോയ ഉത്സവം പോയിട്ടുണ്ടോ? അവിടെ നിന്നൊക്കെ എന്താ അവിടെ കാണുന്നത്? ആരെങ്കിലും കരഞ്ഞോണ്ട് നിൽക്കണോ? എന്നാ അവിടെ കാണിക്കുന്നത്? അവിടെ ഭയങ്കര സന്തോഷമാണ് അല്ലേ? അവിടെ കിടന്ന് തുള്ളുന്നവന്മാരും ചാടുന്നവന്മാരും അവിടെ കിടന്ന് വിഗ്രഹങ്ങളുടെ മുമ്പിൽ കിടന്ന് ആഘോഷിക്കുന്നവന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം നിനക്ക് ഇന്ന് ഒരു ഉത്സവവസ്ത്രമായി എന്റെ അപ്പൻ വന്നിട്ടുണ്ട് കേട്ടോ. നിന്റെ അകൃത്യം നീക്കി, നിന്റെ പാപത്തെ നീക്കി, നിന്റെ മുഷിഞ്ഞ വസ്ത്രത്തെ നീക്കി, അന്യ വസ്ത്രം നീക്കി, നിനക്കൊരു വസ്ത്രവുമായി വന്നിട്ടുണ്ടോ? ആ വസ്ത്രത്തിന്റെ പേരാണ് ഉത്സവ വസ്ത്രം. അത് ധരിച്ചാൽ നീ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കും. നിന്റെ പാപത്തെ തൂത്തെറിയുവാൻ നിനക്ക് ഇന്ന് കഴിയണം. യേശുവിനേക്കാൾ വലുതായി നിനക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നീ അതെല്ലാം നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. യേശു വരാനുള്ള സമയമായെങ്കിൽ, അവന്റെ കൂടെ പോകണമെങ്കിൽ, അവന്റെ ആയിട്ട് നീ അവളോടുകൂടെ വസിക്കണമെങ്കിൽ നിനക്ക് ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ട വരുമെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് ലോകപാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിന്നടിയിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ്
വിശ്വാസം വർദ്ധിപ്പിക്കണേ. നീയതാണെന്നെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം മേരെ സഹിച്ചു ഞാൻ. നിന്ന പരിഹാസം മേരെ സഹിച്ചു ഞാൻ. എത്ര കാത്തിടണം. ലോകം പാവം തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാവം പിശാച് എന്നെ തൊടുകയില്ല. ശത്രു എന്നെ കാണുകയില്ല. എന്നെ ചിറകിൻ മറവിലാണു ഞാൻ. എന്നെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിൽ ാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവങ്ങളെ പാപം, ലോകം പാപം പിശാച് നമ്മെ തുടരുത് കേട്ടോ. ഉറപ്പിച്ച് നമ്മൾ പാടണം. ആ പാട്ടുകാരോട് ചേർന്ന് നമ്മൾ പാടണം. ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അവർ ഭക്തൻ ആവർത്തിച്ച് പറയേണ്ട വാക്കാണ്. ലോകത്തിന്റെ പാപം ചുമക്കുവാൻ, ലോകത്തിന്റെ പാപം ചുമന്നൊഴിച്ച കുഞ്ഞാടിന്റെ മക്കളാണ് നമ്മള്. അതുകൊണ്ട് നമ്മൾ ഇനി പാപിയല്ല. നമ്മളെ ലോകവും പാപവും പിശാചും നമ്മെ തൊടുകയില്ല. Praise the Lord. അതുകൊണ്ട് ദൈവങ്ങളെ നമ്മൾ സമയം പദമായി നമുക്ക് ആരാധിക്കാനുള്ള സമയമായി നിർത്തിക്കാം. ആ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റി ഒത്തിരി വിഷയങ്ങൾ നിങ്ങളെ കാണിക്കണം എന്ന് ഓർത്തെങ്കിലും സമയത്തിന്റെ പോരായ്മകൾ ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഈ വിഷയമായി വീണ്ടും ഒരിക്കൽ വരും. കർത്താവ് നമ്മളെ അനുവദിച്ചാൽ ഞാൻ ഒത്തിരി വിഷയങ്ങൾ ഞാൻ ക്യാപിറ്റ് വിട്ടിട്ടുണ്ട്. പക്ഷേ ദൈവമാവ് എന്നെ ഓർപ്പിക്കുന്ന ഞാൻ അങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും വരും. നാളെ നമ്മൾ ഈ വിഷയം ആരംഭിക്കുന്നത് കൊണ്ട് നമുക്ക് നാളെ ഇതിലേക്ക് വരാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്കെന്ന് പറയാനുള്ളൂ, നമുക്ക് ആവശ്യമുള്ള കർത്താവ് തന്നു. നമ്മൾ സാത്താന്റെ മകനാണോ ദൈവത്തിന്റെ മകനാണോ എന്ന് ഇന്ന് തിരിച്ചറിയണം. സ്ഥാനപ്പെട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്ഥാനപ്പെട്ടത് കൊണ്ട് ആരും സ്വർഗ്ഗത്തിൽ പോവുകയില്ല. ആരാധനയ്ക്ക് വന്നത് കൊണ്ടോ കൈകടിച്ചത് കൊണ്ടോ ഇവിടെ ഇരുന്ന് പാട്ട് പാടിയത് കൊണ്ടോ ഇവിടെ ഇരുന്ന് താടി കൊടിഞ്ഞത് കൊണ്ടോ ഒന്നും സ്വർഗ്ഗത്തിൽ പോവുകയില്ല. നിന്റെ മുമ്പിൽ രണ്ടുപേരുണ്ടോ, ഒന്ന് പിശാച്, മറ്റൊന്ന് ദൈവം. ഈ രണ്ടുപേരുടെ നടുവിലാണ് നീ എന്ന് നീ മറന്നു പോകരുത്. അപ്പുറത്തും ഇപ്പുറത്തും നിൽപ്പുണ്ടോ അല്ലേ? യോശുവ നിന്ന് എവിടെയാ? ഭൂതന്റെ വലതുഭാഗത്താണ് നിന്നത് അല്ലേ? ഇടതുഭാഗത്താരാണ് നിന്നത്? പിശാച. നടക്ക് ദൈവം, നീ അപ്പുറത്ത് ഇപ്പുറത്ത് പിശാച്. നിനക്കെതിരെ വാല് ചൊല്ലിയിരിക്കും. നീ ചെയ്യുന്ന പാപത്തെ നീ പാത്തിരുന്ന് അപ്പനും അമ്മയും കാണാതെ, നീ പാത്തിരുന്ന് മറ്റുള്ള മനുഷ്യർ കാണാതെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാണുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് പിശാച്, മറ്റൊന്ന് ദൈവം. അതുകൊണ്ട് കണ്ണുവെട്ടിക്കാൻ കഴിയത്തില്ല കേട്ടോ. ദൈവം നിന്നെ കൈവിട്ട് കളയും. ദൈവം കൈവിടുമ്പോഴാ നീ ഇങ്ങനെ ദൈവം കൈവിട്ടില്ലെങ്കിൽ നീ തുള്ളിയല്ല. ഞാൻ പറഞ്ഞ നമ്മുടെ ആത്മാവ് കൂടെ അല്ല കേട്ടോ, പിശാചിന്റെ തുള്ളൽ. ദൈവം നിന്നെ കൈവിട്ട് കളയും. കാരണം നീ ചെയ്യുന്ന അകത്യം ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാതാകുമ്പോൾ ദൈവം സാത്താൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അതാ യോഹന്നാൻ പറഞ്ഞത്, പാപം ചെയ്യുന്നവനൊക്കെ ദൈവത്തിന്റെ മകനല്ല, സാത്താന്റെ മകനാണ്. അതുകൊണ്ട് പാപം വെച്ചുകൊണ്ട് നടക്കരുത് കേട്ടോ. പാപത്തെ കുഴിച്ചു മൂടിയിട്ട് ഒരു പുതുജീവിതം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക. ഉത്സവസ്ത്രം ധരിച്ചുകൊണ്ട് നിനക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ് ഇന്ന് നീ അത് മറന്നു പോകരുത്. ആ കഷ്ടകാല ദിവസത്തിലേക്ക് നീ പോകരുത്. ആ ഭോഗകാലത്തേക്ക് നീ പോകരുത്. പാറമേൽ നിന്നുകൊണ്ട് പറയുക, പാറയെ ഞങ്ങളുടെ മേൽ വീഴെന്ന് പറഞ്ഞ കുഞ്ഞാടിന്റെ കോലം കാണുവാൻ എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ അന്ന് വിശ്വാസികൾ പോലും പറയുന്ന ഒരു കാലം വരാൻ പോകുക. ആ കാലത്തിലേക്ക് നമ്മൾ മടങ്ങി പോകരുത്. ആ കാലത്തിലേക്ക് നമ്മൾ പോകരുതെന്ന് ദൈവാത്മാവിൽ നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധമാക്കി നമ്മൾ യേശുവിന്റെ മക്കളാണെന്നുള്ള ബോധത്തോടെ, പാപം ചെയ്യുന്നവനൊക്കെ പിശാചിന്റെ മകനാണെന്നുള്ള ബോധത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗ്ഗത്തിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.